ദൈവം കർത്താവെ കഴിഞ്ഞ രാജ്യകാലം മുഴുവൻ ഞങ്ങളെ സൂക്ഷിക്കുകയും പരിപാലിക്കുകയും വഴി നടത്തുകയും സ്നേഹിക്കുകയും ചെയ്ത അങ്ങയുടെ എല്ലാ കൃപകൾക്കായി ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. അവതരണങ്ങളിൽ രോഗങ്ങളും കർശനങ്ങളും എല്ലാം ഞങ്ങളെ പരിപാലിച്ച് സ്നേഹിച്ച കൃപയ്ക്കായി സ്തോത്രമപ്പ. ആരോഗ്യത്തോടെ സന്തോഷത്തോടെ സമാധാനത്തോടെ കർത്താവ് ഒരു പ്രാവശ്യം കൂടെ യൂത്ത് മീറ്റിംഗിന് കൂടി വരുവാൻ സ്വന്തത്തിലെ അപ്പച്ചൻ ഞങ്ങളെ സഹായിച്ചവൻ കൃപയ്ക്കായി ഞങ്ങൾ അങ്ങനെ സ്തുതിക്കുകയും വാഴുകയും ചെയ്യുന്നപ്പ. പ്രത്യേക മീറ്റിംഗിനെ ഞങ്ങളുടെ കരങ്ങളിൽ സമർപ്പിക്കുന്ന അപ്പച്ച ഹോബിയായ ദൈവത്തിനെ അനുഗ്രഹിക്കുമാറാണെന്ന് പ്രാർത്ഥിക്കുന്ന നല്ല ദൈവമേ, ഞങ്ങളുടെ എല്ലാ കുഞ്ഞുങ്ങൾക്കും സഹോദരി സഹോദരന്മാർക്ക് ഇതൊരു അനുഗ്രഹ വിഷയമാക്കി തീർക്കുമാറാണെന്ന് പ്രാർത്ഥിക്കുന്ന നല്ല ദൈവമേ, ഹോബിയായ ദൈവം അവരെ സ്നേഹിക്കുന്നതൊക്കെയായി ഞങ്ങൾ അങ്ങനെ സ്തുതിക്കുന്ന അപ്പച്ച. വീണ്ടും തിരുക്കരങ്ങളിൽ സമർപ്പിക്കുന്ന എല്ലാവരെയും അനുഗ്രഹിക്കണമേ. കർത്താവെ യാത്രയിലായിരിക്കുന്നവരെ എത്രയും വേഗത്തിൽ കൊണ്ടുവരുത്തുമാറാണെന്ന് പ്രാർത്ഥിക്കുന്ന നല്ല ദൈവമേ, എല്ലാവരുടെ നാമം മഹത്വത്തിനാക്കി തീർക്കുമാറാണെന്ന് പ്രാർത്ഥിക്കുന്ന അപ്പച്ച. എല്ലാവരെയും തിരുക്കരങ്ങളുടെ പ്രാവശ്യമുള്ള താഴ്ത്തിക്കൊണ്ട് താഴ്മയുടെ അപേക്ഷിക്കുന്ന അപ്പച്ച ദൈവം കേൾക്കുമാറാകണമേ. ആമേൻ. സ്തോത്രം. അപ്പൊ ഇന്ന് ആരാണ് നമ്മുടെ മീറ്റിംഗിന്റെ അധ്യക്ഷൻ എന്നറിയാമോ? ആരാന്നറിയോ? റയാനാണോ ഇന്നത്തെ മീറ്റിംഗിന്റെ അധ്യക്ഷൻ? റയാനായിട്ടുണ്ടോ? ഇല്ലല്ലോ. ഫെബിനായിട്ടുണ്ടോ? അധ്യക്ഷനായിട്ടുണ്ടോ? മീറ്റിംഗിന്റെ അധ്യക്ഷനായിട്ടില്ല. ഇത് അടുത്തടുത്ത മാസങ്ങളിൽ നിങ്ങളുടെ ചാൻസ് വരുന്നുണ്ട്. ഇന്നത്തെ നമ്മുടെ മീറ്റിംഗിന്റെ അധ്യക്ഷയായിട്ട് കടന്നു വന്നിരിക്കുന്നത് നമ്മുടെ റിസോണയാണ്. റിസോണയെ നമുക്ക് നല്ലൊരു ക്ലാപ്പ് കൊടുത്ത് മുന്നോട്ട് സ്വാഗതം ചെയ്യുന്നു. എല്ലാ കാര്യങ്ങളും പ്രിയ വൈദ്യര് ചെയ്യുന്നതായിരിക്കും. നമുക്ക് എല്ലാവർക്കും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കാൻ ദൈവം വൈദ്യരെ ശക്തീകരിക്കേണ്ടതിന് വേണ്ടി. അപ്പം തുടർന്നുള്ള കാര്യങ്ങൾ റിസോണ ചെയ്യുന്നു. എന്നെ തേടി വന്ന നിന്റെ സ്നേഹമോർക്കുമ്പോൾ
നിനക്ക് വിരോധമായി ഉണ്ടാക്കുന്ന യാതൊരു ആയുധം ഫലിക്കുകയില്ല. നാവിസെടുത്ത് നിനക്ക് വിരോധമായി നിൽക്കുന്ന എല്ലാ നാവിനും നീ കുറ്റം വിധിക്കും. യഹോവയുടെ ദാസന്മാരുടെ അവകാശം എന്റെ പക്കൽ നിന്നുള്ള അവരുടെ നീതി തന്നെ ആകുമെന്ന് യഹോവ അരുളി ചെയ്തു. അപ്പോൾ എക്സ്പീരിയൻസ് എന്ന് വെച്ചാൽ ഞാൻ നഴ്സിംഗിന് ഫസ്റ്റ് ഇയർ കോളേജ് ജോയിൻ ചെയ്തപ്പോൾ എൻ്റെ ക്ലാസ്സിലൊരു ബോയ് ഉണ്ടായിരുന്നു. ആള് ക്രിസ്ത്യാനിയാണ്. പക്ഷേ പുള്ളി പറയുന്നത് എന്താ ദൈവമില്ല. പുള്ളി ഇങ്ങനെ സയൻസ് വെച്ചിട്ട് നമ്മുടെ അടുത്ത് ഇങ്ങനെ വാദിക്കാൻ പറ്റും, ദൈവം എക്സിസ്റ്റ് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ നമ്മളെല്ലാം പൊട്ടം. പുള്ളി ഞങ്ങളുടെ ക്ലാസ്സിൽ 3 ബന്ധക്കോസുകാരുണ്ട്. അപ്പം അവൻ ഞങ്ങളുടെ അടുത്ത് മാത്രമേ വരുന്നു ഇങ്ങനെ പറയുന്നുള്ളൂ. ബാക്കി ക്രിസ്ത്യൻസ് അടുത്തും പോയില്ല. അല്ലാതെ ഇങ്ങനെ ബ്രദറിൻകാര് ഈ ശബത്തുകാർ അവരൊക്കെ ഉണ്ട്, അവരുടെ അടുത്തൊന്നും ഇങ്ങനെ വഴക്കിടാനൊന്നും പോയില്ല. ഞങ്ങളുടെ 3 അടുത്ത് വന്നിട്ട് ഇങ്ങനെ ഈ ചൊറിയാൻ വരികയായിരുന്നു. അങ്ങനെ വന്നിട്ട് ദൈവമില്ല,
അപ്പൊ ഞങ്ങൾ ചോദിക്കും ഭൂമി എങ്ങനെ ഉണ്ടായെന്ന് ചോദിക്കും. അപ്പൊ നമ്മൾ പറയും ആദ്യം ആകാശം ഭൂമി ഉണ്ടാക്കിയത്. പക്ഷെ ഇവൻ എന്ന് പറയുന്നത് അങ്ങനെയല്ലേ, ഇവൻ ഈ എവല്യൂഷൻ കാര്യമൊക്കെ എന്ന് പറയും പൊളിഞ്ഞു നിന്ന മനുഷ്യനുണ്ടായത്, അല്ലാതെ ദൈവം മണ്ണുകൊണ്ട് ഉണ്ടാക്കിയല്ല അങ്ങനൊക്കെ പറയും. അതല്ലെങ്കിൽ ഒരു തവണ അവൻ എൻ്റെ അടുത്ത് ചോദിച്ചു യേശു എങ്ങനെ ഉണ്ടായെന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു പരിശുദ്ധാത്മാവിൽ നിന്ന് മറിയഗർഭം ധരിച്ച് യേശുവിനുണ്ടായി. ആള് പറയുന്നത് അത് പോസിബിൾ അല്ല, പ്രാക്ടിക്കൽ അല്ല, നിങ്ങളെല്ലാം എന്താ ഉടായ്പാണ്. ആ ഒരു ടോണാണ് പുള്ളിക്കുള്ളത്. അവൻ വേറെ ആരുടെ പോയില്ല, ഞങ്ങൾ മൂന്നുപേരും വന്ന് മാറി ഞങ്ങളിപ്പോൾ അവൻ എഗൻസ്റ്റ് ആയിട്ട് എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ വേറെ പിള്ളേരുടെ കൂടെ രണ്ടുപേരുണ്ടായിരുന്നു, ഇവനാണ് മെയിൻ. ബാക്കിയുള്ളവരുടെ കൂടിയിട്ട് നമ്മളിങ്ങനെ ആക്കാം, നമ്മളെ കാണുമ്പോൾ തന്നെ സ്വതന്ത്രം ഹല്ലേലൂയ ആ പാർട്ടി അങ്ങനെ ഇങ്ങനെ ആക്കി പോവാം. അപ്പം ഇനി ഇവൻ എടുത്ത് ഡയലോഗ് പറഞ്ഞു, നീ 4 വർഷത്തിനുള്ളിൽ നിന്നെ ഞാൻ നിരീശ്വരവാദി ആക്കുന്നതാണ് എൻ്റെ അടുത്ത് പറഞ്ഞ കാര്യം. അവൻ പറഞ്ഞു ഞാൻ എൻ്റെ ചേച്ചി, അവൻ യാക്കോബയാണ്, അപ്പം ഞാൻ എൻ്റെ ചേച്ചി ഇങ്ങനെ ആയിരുന്നു, നിന്നെ പോലെ തന്നെയായിരുന്നു, പ്രാർത്ഥിക്കും, ബൈബിൾ വായിക്കും, ദൈവം ഉണ്ടെന്ന് പറയും, ദൈവത്തിൻ്റെ അഴുകി എപ്പോഴും പറഞ്ഞു നടന്നു. പക്ഷെ അവളിപ്പോൾ പള്ളിയിലൊന്നും പോകാറില്ല, അവളെ ആക്കിയതുപോലെ നിന്നെയും ബാക്കി ആ ബോയിനും മറ്റൊരു അവളെ നിന്നെയും അവനെ ഞാൻ അങ്ങനെ ആക്കുമെന്ന് പറയും. പക്ഷേ ഞാൻ നേരത്തെ വായിച്ച പോലെ നിനക്ക് വിരോധം ഉണ്ടാക്കുന്ന യാതൊരു പരിക്കില്ല. ആ ഫസ്റ്റിന് പോലും കംപ്ലീറ്റ് ആക്കിയില്ല. 6th നമുക്ക് സെമ്മാണല്ലോ, സെമ്മിൽ 6 മാസമുള്ള അവൻ 4ാമത്തെ മാസമായപ്പോൾ അവൻ പഠിക്കാൻ വയ്യെന്നും പറഞ്ഞ് കോളേജിൽ വിട്ടു പോയി. ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ പല വഴി കൂടെ കടന്നു പോകുമ്പോൾ നമുക്ക് എഗൻസ്റ്റ് ആയിട്ട് അല്ലെങ്കിൽ നമ്മളെ കുറ്റം പറയാനായിട്ട് നമ്മളെ നല്ലതാക്കാനായിട്ട് കുറേ ആൾക്കാർ വരും. പക്ഷേ ദൈവം, നമ്മൾ വിശ്വസിക്കുന്ന ദൈവം എപ്പോഴും നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ദൈവമാണ്. അപ്പം നമുക്ക് വലിയ തടസ്സമായിട്ടായിരുന്നു എല്ലാത്തിനെയും ദൈവം മാറ്റി. അത് അവർക്ക് തന്നെ ഒരു ഇതാകത്തുള്ളൂ. നമുക്കിത് ഉണ്ടാക്കുന്നൊന്നും നമുക്ക് ഭരിക്കില്ല. നമ്മുടെ ദൈവത്തിന് മക്കളാണല്ലോ. അപ്പം നമ്മൾ എവിടെ പോയാലും ദൈവത്തെ സാന്നിധ്യം നമ്മുടെ കൂടെ ഉണ്ട്. താങ്ക് യു.
ഉണ്ടാക്കിയിട്ട് വീണ്ടും ഒരു പ്രാവശ്യം കൂടെ നിങ്ങളോട് വിചാരിക്കാൻ നമ്മുടെ ദൈവത്തെ സഹായിച്ചതിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കഴിഞ്ഞ ആഴ്ചകാലമൊക്കെ ഈ പരീക്ഷയൊക്കെ ആയിട്ട് ഹോസ്റ്റലൊക്കെ ആയിരുന്നു, ഇവിടെ എല്ലാം ദൈവം പരിപാലിച്ചു. അപ്പോൾ ഇന്ന് ഒരു പാട്ട് പാടാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. രണ്ടാഴ്ചയായിട്ട് പനിയൊക്കെയാണ്, ശബ്ദമൊക്കെ ഒരു ഇച്ചിരി മോശമാണ്. അപ്പം നിങ്ങളെല്ലാവരും ക്ഷമിക്കണം. നീ എൻ്റെ സ്വന്തം യേശുനാഥ, ഞാൻ നിന്റെ സ്വന്തം യേശുനാഥ. നീ എൻ്റെ സ്വന്തം യേശുനാഥ, ഞാൻ നിന്റെ സ്വന്തം യേശുനാഥ. എപ്പോഴും എന്നെ നോക്കിയിടുന്ന നിൻ കണ്ണുകളെത്ര സൗന്ദര്യമേ. എപ്പോഴും എന്നെ നോക്കിയിടുന്ന നിൻ കണ്ണുകളെത്ര സൗന്ദര്യമേ. സർവാംഗ സുന്ദരനായ യേശുനാഥ, പ്രേമകാന്ത, എൻ പേർക്കായി ക്രൂശിതനായ യേശുനാഥ. വീഞ്ഞിനേക്കാളും വീര്യമുള്ള നിൻ സ്നേഹത്താൽ നിറച്ചിടുക. നീ എൻ്റെ സ്വന്തം യേശുനാഥ, ഞാൻ നിന്റെ സ്വന്തം യേശുനാഥ. എപ്പോഴും എന്നെ നോക്കിയിടുന്ന നിൻ കണ്ണുകളെത്ര സൗന്ദര്യമേ. ഇത്രയും സുരക്ഷിതമായ വേറെ സ്ഥാനം ഭൂവിലില്ല. ഇത്രയും സ്നേഹമുള്ളാരും പാരിലില്ല. പിളർന്ന പാറയാം ഞാനേ നിന്റെ വിള്ളലിൽ മറഞ്ഞിടുന്നു. പിളർന്ന പാറയാം ഞാനേ നിന്റെ വിള്ളലിൽ മറഞ്ഞിടുന്നു. നീ എൻ്റെ സ്വന്തം യേശുനാഥ, ഞാൻ നിന്റെ സ്വന്തം യേശുനാഥ. എപ്പോഴും എന്നെ നോക്കിയിടുന്ന നിൻ കണ്ണുകളെത്ര സൗന്ദര്യമേ. तू है मेरा यीशु प्रभु, मैं हूँ तेरा यीशु प्रभु. इतना सुंदर है तेरी आंखें जो मुझे सदा
ഉണ്ട്, നല്ലൊരു ദൈവമുണ്ട്. എന്നെ സ്നേഹിച്ചിടുന്ന, എന്നെ മാനിച്ചിടുന്ന നല്ലൊരപ്പ ഉണ്ട്, നല്ലൊരു ദൈവമുണ്ട്. കൊതിയാണപ്പ, കൊതിയാണപ്പ നിൻ സാന്നിധ്യത്തിൽ പറയാൻ. കൊതിയാണപ്പ, കൊതിയാണപ്പ നിൻ ഹിതങ്ങൾ ചെയ്യുവാൻ. ദൈവനാമത്തിനാകട്ടെ. ഇങ്ങനെ ഒരു വേദി നിങ്ങളുടെ മുന്നിൽ എനിക്ക് നിൽക്കുവാൻ ദൈവം തന്ന കൃപയ്ക്കായി ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. അതിന് അവസരം തന്ന എൻ്റെ ഭാര്യവാക്യങ്ങൾക്കായി ദൈവത്തെ സ്തുതിക്കുന്നു. പ്രത്യേകം നന്ദിയുണ്ട്. എന്നോട് വന്നിട്ട് എന്തെങ്കിലും ഒരു പ്രോഗ്രാം ചെയ്താൽ മതി എന്നാണ് പറഞ്ഞത്. ഷോർട്ട് മെസ്സേജ് ഞാൻ പ്രിപ്പയർ ചെയ്തിട്ടില്ല, പിന്നെ പാടാൻ അറിയത്തില്ല. മെസ്സേജൊക്കെ പ്രിപ്പയർ ചെയ്യണമെങ്കിൽ നമ്മൾ അറ്റ്ലീസ്റ്റ് അത് വായിച്ചതിൽ എന്തെങ്കിലും ധ്യാനിച്ചെങ്കിലേ കുഞ്ഞുങ്ങൾക്ക് പറഞ്ഞു കൊടുക്കേണ്ടതല്ലേ. പക്ഷേ ഞാൻ എൻ്റെ ഒരു ടെസ്റ്റിമണി പറയാം. ദൈവം ആഗ്രഹിക്കുന്നു. ഞാൻ 2015 ഞാൻ ഇവിടുന്ന് UAE പ്രദേശത്തേക്ക് പോകുന്നത്. മിനിസ്റ്റർ എക്സാം എഴുതി ഒരു ജോലിയോട് ബന്ധപ്പെട്ടാണ് അവിടെ പോകുന്നത്. 2015 മുതൽ ഏകദേശം 4.5 വർഷക്കാലം ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ ജോലി ചെയ്തു. ഏകദേശം ഒരു 3-ാമത്തെ വർഷമായപ്പോൾ മുതൽ അവിടെ സാലറിയുടെ പ്രോബ്ലംസ് അങ്ങനെ, അതായത് 1 മന്ത് സാലറി പ്രോബ്ലം, 2 മന്ത്സ് അങ്ങനെയായി. ഒരു 4th ഇയറൊക്കെ ആയപ്പോഴത്തേക്കിന് ഏകദേശം 4 മാസത്തോളം സാലറി പെൻഡിങ് ആയി. അപ്പം നമ്മളവിടെ ചെന്ന കാലം മുതലേ പ്രൈവറ്റ് ഹോസ്പിറ്റലാണ് കുറച്ചുകൂടെ ബെനിഫിറ്റ് ഉള്ള ഒരു മിനിസ്ട്രി ഹോസ്പിറ്റലിലേക്ക് ഞങ്ങൾ ട്രൈ ചെയ്യുന്നുണ്ട്. പക്ഷേ അവിടെ നിന്നും എങ്ങൊന്നും എന്താ പറയുക, ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു പ്ലേസ് ഒന്നും നമുക്ക് കിട്ടിയിട്ടില്ല. അങ്ങനെ 2019 ഞാൻ ഇവിടെ വന്നപ്പോൾ സാക്ഷ്യം പറഞ്ഞു. ഞാൻ ഏകദേശം 6 ഇയറിന് ശേഷമാണ് ഇവിടെ കഴിഞ്ഞ ആഴ്ചയിൽ ഇവിടെ ആരാധന കൊടുവാൻ എത്തുന്നത്. 2019 ഞാൻ അപ്പൂനെ ഡെലിവറി ജർമ്മീനെ ഡെലിവറി ആക്കുന്നതിന് വേണ്ടി ഇവിടെ വന്നു. ഞാൻ വരുന്നത് ഏകദേശം 36 വീക്സ് പ്രഗ്നൻസിയിലാണ്. അതായത് പ്രത്യേക ഫ്ലൈറ്റ്, എമിറേറ്റ്സ് ഫ്ലൈറ്റിലാണ് അവരെനിക്ക് 35 വീക്സ് എഴുതി തന്ന് ഞാൻ 36 വീക്കിലാണ് യാത്ര ചെയ്യുന്നത്. യാത്ര ചെയ്ത് ഇവിടെ വന്നു. ഫ്രൈഡേയിൽ ഇവിടെ വന്നു. നെക്സ്റ്റ് ട്യൂസ്ഡേയിൽ മുന്നേ സിസേറിയനായിരുന്നു. അപ്പം ഞങ്ങൾ വരുന്നതിൻ്റെ 2 ദിവസം മുന്നേ ഒരു ഇൻ്റർവ്യൂ ഇതിൽ വന്നത് കണ്ട് ഞങ്ങൾ അപ്ലൈ ചെയ്തു. ആക്ച്വലി അപ്ലൈ ചെയ്തത് അച്ചാച്ചനാണ്, ഞാൻ അറിഞ്ഞുപോലുമില്ല. അപ്ലൈ ചെയ്തു. ഫ്രൈഡേ ഇവിടെ വന്നു. സൺഡേ ഞാനിവിടെ പ്രേയറിന് വന്നു. പ്രേയറിന് വന്നിട്ട് ഇവിടെ ടെസ്റ്റിമണി നടക്കുകയാണ്. ഇടയ്ക്ക് ഞാൻ വെളിയിലിറങ്ങി. ജസ്റ്റ് ആ സമയത്ത് ഞാൻ എൻ്റെ മൊബൈൽ ഓപ്പൺ ചെയ്ത് ഇതിൽ ഡേറ്റ ഓപ്പൺ ചെയ്തപ്പോൾ അതിൽ എൻ്റെ മെയിലൊരു മെയിൽ വന്നിരിക്കുന്നു, നിനക്കൊരു ഇൻ്റർവ്യൂ കോൾ. ഇൻ്റർവ്യൂ എന്ന് പറയുന്നത് ട്യൂസ്ഡേയിലാണ്. അതെനിക്ക് ആ 4 ഇയറിലുള്ള ഫസ്റ്റ് ഇൻ്റർവ്യൂ കോളാണ് മിനിസ്ട്രിയിലോട്ടുള്ളത്. അതും ഞാൻ പ്രത്യേകം പറഞ്ഞാൽ എൻ്റെ ഡിപ്പാർട്ട്മെൻറ്റ് ന്യൂ ബോൺസിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റാണ്. അപ്പോൾ അതിൽ വളരെ വേക്കൻസി വളരെ കുറവായിരുന്നു അവർ വിളിക്കുന്നത്. അപ്പോൾ ആ ഇൻ്റർവ്യൂ കോൾ കണ്ടപ്പോൾ എല്ലാവരെയും പോലെ ഞാൻ സന്തോഷിച്ചു. പക്ഷേ എനിക്ക് തിരിച്ചു പോകാൻ യാതൊരു സാധ്യതയില്ല. സെയിം ഡേയിൽ അപ്പന് വേണ്ടിയുള്ള സിസേറിയനാണ്. വേറെ ഏത് സാഹചര്യമാണെങ്കിലും നമുക്ക് തിരിച്ചു പോകാമായിരുന്നു. പക്ഷേ എന്താ പറയണ്ടേ, അത് കണ്ട് ഞാൻ ഇതിന് വെളിയിൽ, നമ്മുടെ ഈ ചർച്ചിൻ്റെ വെളിയിൽ നിന്നാണ് അത് കണ്ടത്. അതടച്ചിട്ട് തിരിച്ചു വന്ന് അകത്ത് കയറി നിന്ന് ഞാൻ ഇച്ചിരി വിഷമിച്ചു. പക്ഷേ എൻ്റെ മനസ്സിലേക്ക് തോന്നി, എന്നെ വിളിച്ചിരുന്നില്ല എന്നുണ്ടെങ്കിൽ എനിക്ക് ഇത്രയും വിഷമം വരില്ല എന്നുള്ളൊരു തോന്നൽ എൻ്റെ മനസ്സിൽ വന്നു. പക്ഷേ അപ്പോൾ ദൈവം ബലപ്പെടുത്തി. അങ്ങനെ ഞങ്ങൾ ഇതിന് ഡെലിവറിക്ക് കഴിഞ്ഞ് തിരിച്ച് പോയി. പിന്നീട് ഈ എന്താ പറയണ്ടേ, ഈ സാലറി പ്രോബ്ലംസും മറ്റവിടെ ഉണ്ടായിരുന്ന എല്ലാ പ്രോബ്ലംസും പിന്നെയും കൂടുതൽ ക്രൈസിസ് ആയിക്കൊണ്ടേയിരുന്നു. അങ്ങനെ 2019 ലാസ്റ്റ് അല്ലെങ്കിൽ 2020 സ്റ്റാർട്ടിങ് എന്നൊക്കെ പറഞ്ഞാൽ നമുക്കറിയാം ലോകം മുഴുവൻ എന്താണ്, കോവിഡാണ്. അങ്ങനെ 2019 ലാസ്റ്റിൽ എനിക്ക് വേറൊരു ഇൻ്റർവ്യൂ കോൾ വന്നു. അത് ഇൻ്റർവ്യൂ കോൾ എന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു കൂടെ പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ ജോലി ചെയ്ത ഒരു ചേച്ചി എൻ്റെ ഒരു ഫ്രണ്ടിന് വേണ്ടി കൊണ്ടുവന്ന ഒരു ഇൻ്റർവ്യൂ കോളാണ്. അവർ ഡയറക്റ്റ് CV കൊടുത്തതാണ്. അപ്പം ആ ഫ്രണ്ട് എന്നോട് പറഞ്ഞു, നിൻ്റെയും കൂടെ CV താ എന്ന് പറഞ്ഞ് എൻ്റെയും അവളുടെയും കൂടെ CV ആ ഹോസ്പിറ്റലിൽ ഡയറക്റ്റ് കൊടുക്കുന്നു. അവിടെ അടുത്ത അവൾ എൻ്റെ കൂടെ ആ ഒരു
ആ വേക്കൻസി ഞങ്ങൾ 2 പേരുടെ CV ഡയറക്റ്റാണ് അവിടെ ചെന്നിരിക്കുന്നത്. പ്രിഫറൻസ് അവൾക്കാണ്, കാരണം അവളുടെ ഫ്രണ്ടാണ് ആ ചേച്ചി. അപ്പോൾ അങ്ങനെ അവിടെ അത് കൊണ്ടുവന്നു. പക്ഷേ അവിടെ ചെന്നപ്പോൾ അടുത്തത് എന്താണെന്ന് വെച്ചാൽ പുള്ളിക്കാരിയുടെ ലൈസൻസ് എക്സ്പയറി ആയിരുന്നു. അങ്ങനെ അവളുടെ CV റിജക്റ്റ് ആയിപ്പോയി. എൻ്റെ CV അവിടെ അവർ അക്സെപ്റ്റ് ചെയ്തു. എന്നെ വിളിച്ചു, ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാനായി തീർന്നു. ഞാൻ അവിടെ ചെന്ന് എന്താ പറയണ്ടേ, ഏകദേശം 2020 നമ്മുടെ ഈ കോവിഡ് ഏറ്റവും പീക്കായിരിക്കുന്ന ഒരു സമയത്താണ്. 20 മാർച്ചിൽ ഞാൻ അവിടെ ജോയിൻ ചെയ്ത് മാർച്ച് 11 മാർച്ച് 11 അവിടെ ഡിക്ലെയർ UAE ഫുൾ ഡിക്ലെയർ ചെയ്ത് നമുക്ക് പുറത്തു പോകാനൊക്കത്തില്ല. അതായത് ഹോൾ UAE ഒരു ഫുൾ റെസ്ട്രിക്ഷൻ, എല്ലായിടത്തും ഒരു റെസ്ട്രിക്ഷൻ ആയിരുന്നു. അങ്ങനെ അവിടെ റെസ്ട്രിക്ഷൻ ആയി. പക്ഷേ അവിടെ ചെന്ന് എനിക്ക് അവിടെ ജോയിൻ ചെയ്യാനുള്ള അവസരം ദൈവം ഒരുക്കി തന്നു. അതിലും അത്ഭുതകരമായ കാര്യം എന്ന് വെച്ചാൽ എനിക്ക് ആദ്യം നഷ്ടപ്പെട്ട ഇൻ്റർവ്യൂ കോളിൻ്റെ അവിടെ ഉണ്ടായിരുന്ന പൊസിഷനേക്കാൾ വലിയൊരു പൊസിഷനാണ് ദൈവം എനിക്ക് രണ്ടാമത് തന്നത്. അതായത് ഞാനിപ്പോഴായിരിക്കുന്നിടത്ത് ഞാൻ 2 ഡ്യൂട്ടിയും 2 ഓഫും മാത്രമാണ് ചെയ്യുന്നത്. അതായത് 2 ഡ്യൂട്ടി, ഒരു ഡേ ഒരു നൈറ്റ്, ദെൻ 2 ഓഫ്, എഗെയിൻ 2 days 2 ഓഫ്. അങ്ങനെ മിനിസ്ട്രിയിൽ ദൈവം, അതായത് മിനിസ്ട്രി പ്രൊവൈഡ് ചെയ്യുന്ന എല്ലാ ഫെസിലിറ്റിയോടും കൂടി ചാർജ് പോസ്റ്റോടും കൂടി ജോലി ചെയ്യുവാൻ ഇടയാക്കി തീർന്നു. അപ്പോൾ എനിക്ക് അതിന് മുന്നേ ഉണ്ടായിരുന്ന ആ ഒരു എന്താ പറയുക, ആദ്യം എനിക്ക് നഷ്ടപ്പെട്ടു എന്ന് പറയുന്ന അതിലും കുറച്ചുകൂടെ താണ ഒരു പോസ്റ്റായിരുന്നു. സാലറി ലെസ്സാണ്, എൻ്റെ ബെനിഫിറ്റ്സ് ലെസ്സാണ്. അപ്പോൾ എനിക്ക് ഇതിൽ നിന്ന് പറയാൻ ആഗ്രഹിക്കും, ഞാൻ അവിടെ ആദ്യം വിഷമിച്ചു. ഞാൻ ആദ്യം ദൈവത്തോട് ചോദിച്ചത്, കർത്താവ് ഈ ഒരു കോളിൽ അന്ന് ആദ്യത്തെ നഷ്ടപ്പെട്ടതിനകത്ത് UAE ഒത്തിരി പേര് അപ്ലൈ ചെയ്തു. അതിൽ 8 പേരെ മാത്രമേ സെലക്ട് ചെയ്തിട്ടുള്ളൂ. ഒരേ ഒരു മലയാളി ഞാനായിരുന്നു. അപ്പോൾ എന്നെ അതിൽ വിളിക്കാതിരുന്നെങ്കിൽ എനിക്ക് ഇത്രയും വിഷമം വരില്ല എന്നൊരു തോന്നലുണ്ടായി. എന്നാൽ ദൈവത്തിൻ്റെ പ്രവർത്തിപ്പാൻ, ആ ദൈവത്തിൻ്റെ പ്രവൃത്തി എന്ന് പറയുന്നത് എന്താ പറയുക, ദ ബെസ്റ്റ് അല്ലേ. നമ്മളെപ്പോഴും ഞാൻ ഉദ്ദേശിച്ചത് ചിലപ്പോൾ ഫസ്റ്റിലെത്തത് കിട്ടാനായിരുന്നിരിക്കാം, പക്ഷെ ദൈവം എനിക്ക് വേണ്ടി കരുതിയിരുന്നത് ദ ബെസ്റ്റ്. പിന്നെ ദൈവത്തിൻ്റെ സമയം എന്ന് പറയുന്നത് ദ പെർഫെക്റ്റ് അല്ലേ. ഞങ്ങൾ അവിടെ ജോലിക്ക് കയറുമ്പോൾ അച്ചാസിൻ്റെയൊക്കെ കമ്പനിയിലുണ്ടായിരുന്നവരുടെ ഒക്കെ സാലറി ഹാഫാക്കി, അതായത് കോവിഡ് കാരണം. അതേസമയം ഞാൻ ആയിരുന്നതിനേക്കാൾ ഡബിൾ സാലറിയോടുകൂടി എനിക്ക് അവിടെ ജോലിക്ക് പ്രവേശിക്കുവാനും അവിടെ ആയിരിക്കാൻ ഇപ്പോഴും അവിടെ ആയിരിക്കുന്നു. ദൈവം നടത്തിക്കൊണ്ടിരിക്കുന്നു. തന്നെ കാത്തിരിക്കുന്നവർക്ക് വേണ്ടി പ്രവർത്തിപ്പാൻ കഴിയുന്നൊരു ദൈവം ഇന്നും ഉണ്ടെന്ന് അതെൻ്റെ ജീവിതത്തിൻ്റെ അനുഭവത്തിൽ കൂടി ദൈവമക്കളോട് നിങ്ങളോട് പറയാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ആമേൻ. ഈ അവസരം തന്നെ എല്ലാവർക്കും നന്ദി അറിഞ്ഞുകൊണ്ട് ദൈവം സ്വീകരിക്കുന്നു. ധാരാളമായി ഉപയോഗിക്കട്ടെ. അടുത്ത നമുക്കൊരു പാട്ട് കേൾക്കാം. അതിനായിട്ട് റയാനെ എന്നെ നന്നായി അറിയും, എന്നെ നന്നായി പുലർത്തും എൻ്റെ പ്രാണനായകേശു. അമ്മയോ മരിക്കുമ്പോൾ അപ്പൻ താരം വിളിക്കുമ്പോൾ എൻ്റെ നാഥൻ വഴി നടത്തും. എൻമുഖം പാടില്ല, ലജ്ജിതനായി തീരില്ല, നിന്ദിച്ചവരുടെ മധ്യത്തിൽ വരും കാലമൊക്കെയും എൻ താര ഉയർത്തി നടത്തിയും അന്ത്യം വരെ. വരും കാലമൊക്കെയും എൻ തല ഉയർത്തി നടത്തിയും അന്ത്യം വരെ. എന്നെ നന്നായി അറിയും, എന്നെ നന്നായി പുലർത്തും എൻ്റെ പ്രാണനായകനീശു. അമ്മയോ മരിക്കുമ്പോൾ അപ്പൻ താരോലിക്കുമ്പോൾ എന്നെ നാഥൻ വഴി നടത്തും. കാൽക്കണ്ണിൽ തട്ടാതെ ഞാൻ വീണു പോവാതെ തൻ ദൂതനുണ്ട് കാവലായി. കാൽക്കണ്ണിൽ തട്ടാതെ ഞാൻ വീണു പോകാതെ തൻ ദൂതനുണ്ട് കാവലായി. വരും കാലമൊക്കെ എൻ തല ഉയർത്തി നടത്തിയും അന്ത്യം വരെ. വരും കാലമൊക്കെ എൻ തല ഉയർത്തി നടത്തിയും അന്ത്യം വരെ. എന്നെ നന്നായി അറിയും, എന്നെ നന്നായി പുലർത്തും എൻ്റെ പ്രാണനായകനീശു. അമ്മയോ മരിക്കുമ്പോൾ അപ്പൻ താരോലിക്കുമ്പോൾ എന്നെ നാഥൻ വഴി നടത്തും. അമ്മയോ മരിക്കുമ്പോൾ അപ്പൻ താരോലിക്കുമ്പോൾ എന്നെ നാഥൻ വഴി നടത്തും. വളരെ മനോഹരമായി പാടിയത് കാണിച്ചിരിക്കട്ടെ. അടുത്തായിട്ട് നമ്മൾ ഒരു സ്പെഷ്യൽ പ്രോഗ്രാം കാണാം. അതിനായിട്ട് എന്തെങ്കിലും ഒരു പ്രോഗ്രാം ചെയ്യണമെന്ന് പറയുമ്പോൾ സ്പെഷ്യൽ പ്രോഗ്രാമാണെന്ന് ഓർത്തില്ല. ഞാനൊരു പാട്ട് പാടാനായിരുന്നു പ്രിപ്പയർഡ് ആയത്. സോറി. God will make a way where there seems to be no way. He works in ways we cannot see.
ദൈവത്തിന് സ്തോത്രം. എല്ലാ യൂത്ത് മെമ്പേഴ്സിനും വേഗം വരുന്നവനായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഉള്ള സ്നേഹവന്ദനം. നിങ്ങളുടെ പ്രോഗ്രാമൊക്കെ കണ്ട് ബാല്യകാലത്തിലേക്ക് ഒന്ന് പോകാൻ കണ്ടാണ് പലപ്പോഴും വരുന്നത്. കാരണം അതിൽ അല്പ സന്തോഷം നിങ്ങളുടെ പ്രോഗ്രാമിലൊക്കെ എല്ലാവരും ഉണ്ടല്ലോ. ഒരു നല്ല ഒരു വെക്കേഷൻ നിങ്ങളൊക്കെ ടൈമാണ്. നിങ്ങൾ നല്ലൊരു വെക്കേഷൻ ചിലപ്പോൾ നല്ല വിജയങ്ങളൊക്കെ കിട്ടി അടുത്ത സ്കൂളിൽ അടുത്ത ക്ലാസ്സിലേക്കുള്ള ഇങ്ങനെ ജപ്പിയായിട്ടിരിക്കുന്നതെല്ലാം ഒരു അന്തരീക്ഷത്തിലാണ്. മെന്റാലിറ്റി എല്ലാം നല്ല നല്ല അവസരത്തിന് ദൈവത്തെ സ്തോത്രം ചെയ്യുന്നു. 2 പ്രാക്ടിക്കലായ കാര്യം ഞാൻ പറഞ്ഞിട്ട് പെട്ടെന്ന് ഇരിക്കാൻ ഞാൻ. ഒന്ന്, ഒരു 3 മാസം എൻ്റെ ഇത് പറയണം ഞാൻ വിചാരിച്ചതാണ്. ഒരു 3 മാസം ഞാൻ എക്സ്പീരിയൻസ് കണ്ടു. ഒരു യുവ മാതാവ് തൻ്റെ മകനെ ഭക്ഷണത്തിന് ബന്ധപ്പെടുത്തുന്ന ഒരു കാര്യം എനിക്ക് ഏറ്റവും വേണ്ടപ്പെട്ട എൻ്റെ വേണ്ടപ്പെട്ട ഒരു വീട്ടിൽ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം. എല്ലാവരും ശ്രദ്ധിക്കുന്നുണ്ടോ? രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുകയാണ്. ആ മാതാവ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് മകനെ വിളിച്ചു. നിങ്ങളുടെയൊക്കെ അനുഭവത്തിലായിരിക്കും. പക്ഷേ ചപ്പാത്തിയും കറിയുമാണ്. എന്നോട് പറയാം, ഞാൻ ഒത്തിരി റെസ്പെക്ട് ചെയ്യുന്ന ഒരു വീടാണ് എനിക്ക് വേണ്ടപ്പെട്ട. ചപ്പാത്തിയും കറിയും കഴിച്ചു ആ മകൻ. 1ാം ക്ലാസ് പഠിക്കുന്നതാണ്. പെട്ടെന്ന് അദ്ദേഹം ആ മകൻ ക്ഷുഭിതനായി. എനിക്ക് ബർഗർ വേണം, എനിക്ക് ബർഗർ വേണം എന്ന് പറഞ്ഞ് റൈസാണ് കണ്ടമായ റൈസ്. അപ്പൊ എന്നോട് അങ്ങനെ സോറി അമ്മ അവിടെ നിന്ന് ഒരു ചൂരിലെടുത്തു. അതിന് മാതാവ് 35 വയസ്സ് എങ്ങനെയാണ് അവിടെ ചൂരെടുത്തു. ഇന്നലെയല്ല ഞാൻ ബർഗർ വാങ്ങിച്ചു തന്നത്. ഇന്നലെ ബർഗർ കഴിച്ചോ? ഞാനോട് പോകണം, ക്ഷമിക്കണം എന്നോട് പറയട്ടെ. ഇന്നലെ ബർഗർ കഴിച്ചു. മിനിയാന്ന് എന്തോ കഴിച്ചത്? പപ്സ. ഇത് രണ്ടും അവനെ കൊണ്ട് തന്നെ പറയിപ്പിച്ചു. അപ്പൊ ഈ പ്രശ്നം അപ്പൊ ഈ പ്രശ്നം എന്നിട്ട് അടിച്ചൊന്നുമില്ല, പടിയൊന്ന് വെച്ചു. ഇപ്പൊ കിട്ടിയത് കഴിച്ചു വാങ്ങുന്ന മാതാവ് പറഞ്ഞു, ഇവിടെ ശ്രദ്ധിക്കണേ, ചപ്പാത്തിയും കറിയും അദ്ദേഹം കഴിച്ചു. ഇടയ്ക്ക് എൻ്റെ മുഖത്തോട്ട് നോക്കുന്നുണ്ട്. അപ്പൊ എന്നോട് പറയേ, അങ്ങനെ എന്നാ പ്രശ്നം? ഞാൻ പറഞ്ഞു, അങ്ങനെ ഇതാ പ്രശ്നം. ഇവന്റെ സ്കൂളിലെ മുസ്ലിം കുട്ടികൾ എല്ലാ ദിവസവും ബർഗർ കഴിക്കുന്നുണ്ട്. അത് കണ്ടിട്ട് ഇവിടെ വന്ന് ഈ അഭ്യാസം കാണിക്കുന്നതാണ്. ഇപ്പൊ പോയി കഴിഞ്ഞു. ഞാൻ പറയാൻ എന്തായാലും പിടികിട്ടിയ സാഹചര്യം. എൻ്റെ ഈ എക്സ്പീരിയൻസിൽ ഞാൻ നിങ്ങളോട് ഓർമ്മിക്കാനുള്ളത്, നിങ്ങളുടെ വീട്ടിലെ സാഹചര്യം അനുസരിച്ച് നിങ്ങൾ വളരുവാൻ ശ്രമിക്കണം. നിങ്ങളുടെ മാതാപിതാക്കളെ കൂടുതൽ ബാലൻസ് ആക്കരുത്. ആ മാതാവ് അല്പം വേദനിച്ചു. അപ്പൊ ഞാനിവിടെ ഇരിക്കുന്നത് കൊണ്ട് അടിക്കാനും പറ്റുന്നില്ല. ചൂരിലെടുത്തു, പടി അവിടുത്തെ പെട്ടെന്ന് ചൂരിലെഴുതിപ്പോണ്ട്. ചൂരിലെഴുതി അടിക്കുന്നില്ല. എൻ്റെ മുഖത്തോട്ട് നോക്കുന്നുണ്ട്. സോറി പറഞ്ഞു എന്നോട് അങ്ങനെ ഒന്നും തോന്നരുത്. ഞാൻ ഒന്നും തോന്നില്ല. ഞാൻ പറഞ്ഞത്, നിങ്ങളുടെയൊക്കെ വീട്ടിൽ എല്ലാവരും ശ്രദ്ധിക്കുന്നുണ്ടോ? ഇവിടെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറഞ്ഞു നിങ്ങളുടെ സാഹചര്യം, നിങ്ങളുടെ മാതാപിതാക്കളെ കൂടെ സ്ട്രഗിൾ ചെയ്യിക്കരുത്. വേണമെങ്കിൽ പറയാം, എനിക്കിത് കഴിച്ചാൽ കൊള്ളാം, പറഞ്ഞ് മനസ്സിലായത്, എനിക്ക് ബർഗർ കിട്ടിയാൽ കൊള്ളാം. ഒരിക്കലും നിങ്ങളെ പുഷ് ചെയ്യരുത്. അവരൊത്തിരി നിങ്ങളെ നല്ലതായിട്ട് വരാൻ ട്രൈ ചെയ്യുന്ന ഒരു എക്സ്പീരിയൻസ് ഞാൻ പറയും. രണ്ടാമത്, ലൂക്കോസിന്റെ സുവിശേഷം, ഞാൻ വാക്കുകൾ ചുരുക്കുകയാണ്. ലൂക്കോസിന്റെ സുവിശേഷം ഒരു വേദഭാഗങ്ങൾ വായിക്കുന്നു. ലൂക്കോസിന്റെ സുവിശേഷം 2-ാം അധ്യായത്തിന്റെ 48-ാം വാക്യം വായിച്ച്. 48. അവൻ അവരോട്, എന്നെ തിരഞ്ഞതെന്തിന്? പിതാവിനുള്ളത് ഞാൻ ഇരിക്കേണ്ടതെന്ന് നിങ്ങൾ അറിയുന്നില്ലയോ എന്ന് പറഞ്ഞു. അവൻ തന്നോട് പറഞ്ഞ വാക്ക് ഗ്രഹിച്ചില്ല. പിന്നെ അവൻ അവരോട് കൂടെ ഇറങ്ങി
സ്തോത്രം. ഈ സംഭവം നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ. സൺഡേ സ്കൂൾ കുഞ്ഞുങ്ങൾക്കെല്ലാം അറിയാമല്ലോ. നമ്മുടെ കർത്താവ് രക്ഷിതാവായ യേശു കർത്താവ് യെരുശലേം ദേവാലയത്തിൽ മാതാപിതാക്കളോട് കൂടെ പോയിട്ട് മടങ്ങി വരുന്ന ഒരു പശ്ചാത്തലമുണ്ട്. മടങ്ങി വന്ന് കണ്ടില്ല. പക്ഷെ അത് വിശദമായിട്ട് വായിച്ചാൽ മതി. അവരെ തേടി വന്നു. പക്ഷെ മാതാപിതാക്കളോട് പറയാതെ മിസ്സായിപ്പോയി. രണ്ടാമത്തെ കാര്യം, നിങ്ങൾ മാതാപിതാക്കളോട് പറഞ്ഞിട്ട് എവിടെയെങ്കിലും കൂട്ടുകാരോടെ കളിക്കാനോ അവരെ വിഷമിക്കരുത്. മിസ്സായി. ഈ മാതാപിതാക്കൾ വിഷമിച്ചു. എന്താ ആ വാക്യത്തിൽ പറയുന്നത്? എന്താ മകനെ ഇങ്ങനെ ചെയ്തെന്ന് ചോദിക്കുന്നു യേശു കർത്താവാണ്. പിന്നെ വന്ന് നസ്രത്തിൽ വന്ന് കീഴടങ്ങി. അപ്പം നിങ്ങൾക്ക് ഒരുപക്ഷെ നിങ്ങളുടെ കൂട്ടുകാരത്തിന് എന്തൊരു സ്പിരിച്വലൊക്കെ ആയിരിക്കാം. അങ്ങനെ ചെയ്തെങ്കിലൊക്കെ നിങ്ങളെ എൻകറേജ് ചെയ്യാനും നിങ്ങൾ മാതാപിതാക്കൾക്ക് കീഴ്പ്പെടുവാനായിട്ട് ശ്രദ്ധാലുക്കളാണ്. രണ്ട് കാര്യം. ഒന്നാം ഞാൻ പറഞ്ഞത്, നിങ്ങളുടെ മാതാപിതാക്കളെ സ്തോത്ര ഭക്ഷണത്തിൽ നിങ്ങൾക്ക് ആവശ്യപ്പെടാം, റിക്വസ്റ്റ് ചെയ്യാം. എനിക്ക് ബർഗർ കിട്ടിയാൽ കൊള്ളാം, അല്ലെങ്കിൽ എനിക്ക് ചിക്കൻ കിട്ടിയാൽ കൊള്ളാം എന്ന് പറയാം. പക്ഷേ അവരെ വിഷമിപ്പിക്കാം. ഞാൻ ആ എക്സ്പീരിയൻസ് നേരിട്ട് കണ്ടോളാം. ഇത് പറയാം. ഒരു 3 മാസം ഞാൻ പറയണമെന്നിങ്ങനെ പറയുന്ന അവസരം വേണ്ടി പറയണമെന്നിരുന്നു. മൂന്നാമത്തെ കാര്യം, നിങ്ങളുടെ പഠനങ്ങൾ നിങ്ങളൊക്കെ വേറെ വലിയ വലിയ കോഴ്സിലേക്കൊക്കെ പോകല്ലേ, ദൈവവിധിയില്ലാത്തത് നിങ്ങളെ അയക്കരുതെന്ന് പ്രാർത്ഥിക്കും. ഞാൻ വാക്കുകൾ ചുരുങ്ങി നിങ്ങൾക്ക് പ്രയോജനമായെന്ന് ഞാൻ കരുതുന്നു. എല്ലാവരും അവസരം തന്ന എല്ലാ ഭാരവാഹികൾക്കും എല്ലാവർക്കും നന്ദി അറിയിച്ചുകൊണ്ട് ദൈവം അനുഗ്രഹിക്കണമെന്ന് ഞാൻ അറിയിച്ചു. മഹായുദ്ധത്തിലൊരു പട്ടാളക്കാരൻ തന്റെ ഗ്രൂപ്പ് വിട്ടൊരു ഗുഹയപ്പെട്ടുപോയി. അപ്പം അയാൾ ദിവസം ദൈവത്തോട് പ്രാർത്ഥിക്കാൻ തുടങ്ങി. അപ്പം ദൈവത്തോട് പ്രാർത്ഥിച്ചു ആരെങ്കിലും ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി അയക്കണമെന്ന്. അങ്ങനെ ദിവസങ്ങൾ കഴിഞ്ഞ് അയാളുടെ മുമ്പിൽ വെച്ച് കണ്ടത് ഒരു ചെലന്തിയുടെ വല ഉണ്ടാക്കുന്നതാണ് കണ്ടത്. അപ്പം ആ മനുഷ്യൻ ദൈവത്തോട് ചോദിച്ചു, ദൈവമേ ഇങ്ങനെ ഇത്രയും പ്രാർത്ഥിച്ചിട്ട് ഈ ഒരു ചെലന്തിയാണ് എൻ്റെ മുമ്പിൽ കൊണ്ട് വെച്ചേക്കുന്നതെന്ന് ചോദിച്ചു. അപ്പോൾ പ്രാർത്ഥിച്ച് അങ്ങനെ ദൈവത്തോട് മർമ്മർ ചെയ്യാൻ തുടങ്ങി. അപ്പം അങ്ങനെ ഇരിക്കെ അങ്ങനെ ദിവസങ്ങളും മാസങ്ങളും കഴിഞ്ഞിട്ട് അപ്പം ഒരു 2 പട്ടാളക്കാർ വന്നു. ഇങ്ങനെ ആരെങ്കിലും ഇനിയും ഒളിഞ്ഞ് കൊണ്ടുവന്ന് നോക്കാൻ വേണ്ടി വന്നപ്പം ഈ ഗുഹയുടെ അവിടെ ഇവർ വന്നു. അപ്പം വന്നപ്പം ഒരു പട്ടാളക്കാരൻ പറഞ്ഞു, ഇവിടെ നോക്കാം, ഇവിടെ എന്തെങ്കിലും ചാൻസ് ഉണ്ട് ഒളിഞ്ഞിരിക്കുന്നത്. അപ്പം മറ്റേ പട്ടാളക്കാരൻ പറഞ്ഞു, ഇവിടെ കാണാൻ ചാൻസ് ഇല്ല. എന്ന് വെച്ചാൽ ഇവിടെ കണ്ടോ, ഇവിടെ ഫുള്ള് ചെലന്തിവല ഫുള്ളിങ്ങനെ ചെലന്തിവല ഇരിക്കുന്ന കണ്ടില്ലേ, വർഷങ്ങളോളം ഇതാരും കയറി വരുന്ന ഒരു ചാൻസ് കുറവാണ്. അങ്ങനെ കേട്ട് അവർ രണ്ടുപേരും അങ്ങോട്ട് അപ്പുറത്തെ ദേശത്തേക്ക് നോക്കാൻ വേണ്ടി പോയി. അപ്പോൾ ഇതിൽ നിന്ന് പറയുമ്പം ആ ഒരു മനുഷ്യൻ രക്ഷപ്പെട്ടു, ആ ഒരു ചെലന്തിയാൽ മനുഷ്യൻ രക്ഷപ്പെട്ടു. അതിനപ്പോൾ അതിനകത്ത് പറയുന്നത് നമ്മളെ ദൈവത്തെ നമ്മളെ തന്നെ സമർപ്പിച്ചാൽ നമുക്ക് തീർച്ചയായും നമ്മളെ സഹായിക്കും. അപ്പം നമ്മുടെ പദ്ധതിയല്ല ദൈവത്തിൻ്റെ പദ്ധതി. അപ്പം നമ്മുടെ ദൈവത്തിൽ തന്നെ ഫുള്ള് നമ്മുടെ ലൈഫ് ഫുള്ള് ദൈവത്തിന് കൊടുക്കണം. അപ്പം നമ്മളെ കൊണ്ട് പറ്റുന്ന എന്താണോ നാം ദൈവത്തിന് കൊടുത്താൽ ദൈവം നമ്മളെ ഇരട്ടിയായിട്ട് നമ്മുടെ ദൈവം നമുക്ക് തരും. അടുത്തായിട്ടൊരു സ്റ്റോറി കേൾക്കാം. അതിനായിട്ട് അപേക്ഷിക്കും. ഇതിനകത്ത് മാത്രം ഞാനിപ്പോൾ പ്രിപ്പയർ ഒന്നും ചെയ്തിട്ടില്ല. ഇപ്പോഴാണ് ജോലികൾ എന്താന്ന് പറയുന്നത്. അതുകൊണ്ട് ചില തെറ്റുകളൊക്കെ കാണും. ഇതിനെ ശരിയാണ്. ഒരിടത്തൊരു പാവപ്പെട്ട ബാലനുണ്ടായിരുന്നു. അവൻ്റെ പേര് ജോണി എന്നാണ്. അവനാണെങ്കിൽ അവൻ സ്കൂളിൽ പോയായിരുന്നു. ഒരു ദിവസം അവൻ സ്കൂളിൽ പോയായിരുന്നു. അന്നേരം അവൻ്റെ ടീച്ചർ അവനെ ക്ലാസ്സിൽ കയറ്റിയില്ല. എന്താണെന്ന് ചോദിച്ചപ്പോൾ ആ ടീച്ചർ പറഞ്ഞു, ഷൂ ഇടാതെ ഈ സ്കൂളിൽ വരില്ലെന്ന് എനിക്ക് അറിയത്തില്ലേ, അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞു. അന്നേരം അവന് ഭയങ്കര വിഷമമായി. അവൻ്റെ കൂട്ടുകാരൊക്കെ അവനെ കളിയാക്കി. അങ്ങനെ അവൻ വീട്ടിൽ ചെന്ന് വൈകുന്നേരം ഭയങ്കര വിഷമിച്ചായിരുന്നു ഇരുന്ന്. അപ്പോൾ അവൻ്റെ അമ്മ ചോദിച്ചു, എന്നാ പറ്റി അവനെ വിഷമിച്ചിരിക്കുന്നേ? അപ്പോൾ അവൻ പറഞ്ഞു,
എന്നൊക്കെ പറഞ്ഞ്. അന്നേരം അവൻ്റെ അമ്മ പറഞ്ഞു, മോൻ വിഷമിക്കണ്ട, ദൈവത്തോട് പ്രാർത്ഥിക്കുക. അന്നേരം മോനൊരു ഷൂ തരുമെന്ന് പറഞ്ഞു. അന്നേരം അവൻ അന്ന് രാത്രി ദൈവത്തോട് കരഞ്ഞ് പ്രാർത്ഥിച്ചു. പിറ്റേ ദിവസം രാവിലെ അവൻ്റെ വാതിലിൽ ആരോ മുട്ടി. അവൻ ഓടിപ്പോയി തുറന്നപ്പോൾ അപ്പുറത്തെ ആളിൽ അവനൊരു പൊതി കൊടുത്തു. അവനാണെങ്കിൽ അത് പെട്ടെന്ന് നോക്കിയപ്പോൾ ഒരു ഷൂ അവന് കണ്ടു. അപ്പോൾ ഇതിൽ നിന്ന് മോറൽ എന്നാന്ന് ചോദിച്ചാൽ, നമ്മൾ ദൈവത്തോട് നമ്മുടെ ആവശ്യമൊക്കെ കരഞ്ഞ് പ്രാർത്ഥിച്ചാൽ ദൈവം നമുക്ക് ഉറപ്പായിട്ട് തരും. നല്ലൊരു സ്റ്റോറി പങ്കുവെക്കാൻ അഭിയതിനെ സഹായിച്ചല്ലോ. അനുഗ്രഹിക്കട്ടെ. അടുത്തായിട്ട് ഒരു പാട്ടാണ്, അതിനായി ചെറുശേഷി. You're my strength when I am weak. You're my treasure that I see. You're my all in all. Seeking you as a precious jewel, Lord, to give up I will be full. You're my all in all. Jesus, Lamb of God, worthy is your name. Jesus, Lamb of God, worthy is your name. Taking my sin, my cross, my shame, rising up again, I bless your name. You're my all in all. When I fall down, you pick me up. When I'm dry, you fill my cup. You're my all in all. Jesus, Lamb of God, worthy is your name. Jesus, Lamb of God, worthy is your name. Thank you. വളരെ മനോഹരമായി പാടി ദൈവം ഇനിയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. അടുത്തായിട്ടൊരു സ്പെഷ്യൽ പ്രോഗ്രാമാണ്, അതിനായിട്ട് ജോയിൻ ചെയ്യും. Praise Lord. ഞാനൊരു ചെറിയൊരു റിയൽ ലൈഫായിട്ട് നടന്നൊരു കഥ പറയാനായിട്ട് ആഗ്രഹിക്കുന്നു. ഏകദേശം 150 വർഷങ്ങൾക്ക് മുമ്പ് വെയിൽസിൽ ഒരു പുനർജീവനം നടന്നിരുന്നു. എന്നുവെച്ചാൽ ഒരു റിവൈവൽ നടന്നിരുന്നു. അപ്പം ഇതിൻ്റെ ഒരു പാർട്ടായിട്ട്, അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു ഫലമായിട്ട് നിരവധി മിഷണറിമാർ അല്ലെങ്കിൽ നിരവധി സുവിശേഷം മിഷൻസ് ഈ വടക്ക് കിഴക്കൻ ഇന്ത്യയിലേക്ക് വരുവാനായിട്ട് ഇടയായി തീർന്നു. അപ്പം നമുക്കെല്ലാവർക്കും ആസാം എന്ന് പറയുന്ന ഒരു പ്രദേശത്തെ പറ്റി നന്നായിട്ട് അറിയാം അല്ലേ? അപ്പം ആ സമയത്ത് ആസാം എന്ന് പറയുന്ന ഒരു പ്രദേശം ക്രൂരരും അതുപോലെ തന്നെ പ്രാകൃതരുമായ പല ഗോത്രങ്ങളാൽ നിറഞ്ഞിരിക്കുന്നതായിരുന്നു. അവര് തങ്ങളുടെ ശത്രുക്കളെ തലവെട്ടി കളയുന്നവരായിരുന്നു എന്നാണ് നമുക്ക് ആ കാലങ്ങളിൽ നിന്നൊക്കെ അറിയാൻ സാധിക്കുന്നത്. അപ്പം ഇത്രയും ശത്രുതയും അതുപോലെ തന്നെ അക്രമകാരികളും ആയ ഒരു സമൂഹത്തിനിടയിലേക്ക് പല മിഷൻസ്, പല അമേരിക്കൻ ബാപ്റ്റിസ്റ്റ് മിഷൻസ് അവരുടെ ഇടയിലേക്ക് യേശുക്രിസ്തുവിലുള്ള സ്നേഹവും സമാധാനവും പ്രത്യാശയും സന്ദേശം അറിയിക്കാൻ വേണ്ടി അവിടെ ചെന്നു. അങ്ങനെ ഒരു മിഷണറി അവിടെയുള്ള ഒരു ഗ്രാമത്തിലുള്ള ഒരു മനുഷ്യനെയും തൻ്റെ കുടുംബത്തെയും യേശുവിലേക്ക് കൊണ്ടുവരാനൊക്കെ ഇടയായിത്തീർന്നു. അവർ യേശുവിനെ തൻ്റെ രക്ഷിതാവായി സ്വീകരിക്കുകയും അങ്ങനെയൊക്കെ ഇടയായിത്തീർന്നു. ആ മനുഷ്യന്റെ പേര് നോക്കേങ് എന്നായിരുന്നു. അപ്പം താൻ വിശ്വാസത്തിലേക്ക് കടന്നു വന്നെന്ന് ആ ഗ്രാമത്തിന്റെ തലവൻ അറിവാനായിട്ട് ഇടയായിത്തീർന്നു. അപ്പോൾ എന്താണ് സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ തലവൻ ആ കുടുംബത്തെ വിളിച്ചുകൂട്ടുകയും ഗ്രാമവാസികളെ വിളിച്ചുകൂട്ടുകയും അവരോട് പരസ്യമായി പറയുകയാണ്, നിങ്ങൾ നിങ്ങളുടെ വിശ്വാസം നിഷേധിക്കുക, അല്ലെങ്കിൽ നിങ്ങൾ വധശിക്ഷ അനുഭവിക്കേണ്ടി വരും എന്ന് അവരോട് പറയാനായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്ന ആ
പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ ആ മനുഷ്യൻ പറയുന്ന വാക്കുകളാണ് കാണാൻ സാധിക്കുന്നത്. ഞാൻ യേശുവിനെ അനുഗമിക്കുവാൻ തീരുമാനിച്ചു, ഇനി പിറകോട്ട് നോക്കുകയില്ല എന്ന് നമുക്ക് പറയുന്നുണ്ട്. അതിനുശേഷം ഈ മനുഷ്യന്റെ വിസമ്മതം കേട്ട് ഈ ഗ്രാമതലവൻ വളരെ കോപിഷ്ഠനായി താൻ തൻ്റെ 2 വില്ലാളികളോട് പറയുകയാണ്, ഈ മനുഷ്യന്റെ 2 മക്കൾ, ആ 2 മക്കളെയും എയ്ത് കളയുവാനായിട്ട് ഈ ഗ്രാമതലവൻ പറയുന്നുണ്ട്. നിമിഷ നേരങ്ങൾക്കുള്ളിൽ ആ 2 മക്കളും മരിക്കുവാനായിട്ട് ഇടയായി തീർന്നു. അതിനുശേഷം ഈ ഗ്രാമതലവൻ ഈ നോക്കേങ്ങിനോട് ചോദിക്കുന്നുണ്ട്, നിങ്ങൾ ഇപ്പോഴും നിങ്ങളുടെ വിശ്വാസം നിഷേധിക്കുവാൻ തയ്യാറാണോ എന്ന് ചോദിക്കുന്നുണ്ട്. അന്നേരം ഈ മനുഷ്യൻ പറയുകയാണ്, പക്ഷേ ആരും എന്നോടൊപ്പം ചേർന്നില്ലെങ്കിലും ഞാൻ പിന്തുടരുമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഈ ഗ്രാമത്തലവൻ മനുഷ്യനോട് പറയുകയാണ്, അല്ലെങ്കിൽ നോക്കേങ്ങിനോട് പറയുകയാണ്, നിനക്ക് നിന്റെ 2 മക്കളെ നഷ്ടപ്പെട്ടതുപോലെ തന്നെ നിനക്ക് നിന്റെ ഭാര്യയെ നഷ്ടപ്പെടുമെന്ന് പറയുന്നുണ്ട്. അതുകൊണ്ട് ആ ഗ്രാമത്തലവൻ അതുപോലെ തന്നെ തന്റെ മക്കളെ, ആ മനുഷ്യന്റെ മക്കളെ കൊന്നതുപോലെ തന്നെ തന്റെ ഭാര്യയും ആ മനുഷ്യന്റെ ഭാര്യയെ കൊല്ലുവാനായിട്ട് ഇടയായിത്തീരുന്നുണ്ട്. അതിനുശേഷം ഈ ഗ്രാമത്തലവൻ ഈ നോക്കേങ്ങിനോട് ചോദിക്കുകയാണ്, നിനക്ക് ജീവിക്കാൻ വേണ്ടി ഞാൻ ഒരവസരം കൂടി നൽകാം. നിനക്ക് ഈ വിശ്വാസത്തെ ത്യജിക്കുകയാണെങ്കിൽ ഞാൻ നിനക്ക് ജീവിക്കാൻ വേണ്ടി ഒരവസരം കൂടി നൽകാമെന്ന് പറയുന്നുണ്ട്. എന്നാൽ മരണത്തിന് മുന്നിൽ കണ്ടിട്ടും ആ മനുഷ്യൻ അവസാനമായി പറയുകയാണ്, എന്റെ മുന്നിലുള്ള ക്രൂശ്, എന്റെ പിന്നിലുള്ള ലോകം ഒരു തിരിച്ചു പോകുമില്ല. ആ കുടുംബത്തിലെ മറ്റുള്ളവരെ പോലെ തന്നെ ഈ മനുഷ്യനും മരിക്കുവാനായിട്ട് ഇടയായി തീരുന്നുണ്ട്. എന്നാൽ അവരുടെ മരണത്തിലൂടെ ഒരു വലിയ അത്ഭുതം സംഭവിക്കുകയാണ്. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ ഗ്രാമത്തലവൻ ഇവര് മരിച്ചു കഴിഞ്ഞതിന് ശേഷം ചിന്തിക്കുകയാണ്, ഏതോ ഒരു മനുഷ്യൻ വേറെ ഏതോ ഒരു ഭൂഖണ്ഡത്തിൽ ജനിച്ച് 2000 വർഷങ്ങൾക്ക് മുമ്പ് വേറെ ഏതോ ഒരു ഭൂഖണ്ഡത്തിൽ ജനിച്ച് താമസിച്ചിരുന്ന ഒരു മനുഷ്യന് വേണ്ടി ഈ മനുഷ്യനും തന്റെ ഭാര്യയും തന്റെ കുഞ്ഞുങ്ങളും കുടുംബവും ഒക്കെ എന്തിനു മരിക്കണം? അതിന് പിന്നിലൊരു വളരെ ശക്തിയേറിയ അതിന് പിന്നിലൊരു ഇവരുടെ വിശ്വാസത്തിന് പിന്നിൽ ഒരു വളരെ വലിയൊരു ശക്തി ഉണ്ടെന്ന് ആ മനുഷ്യൻ വിശ്വസിച്ചു. ആ മനുഷ്യന് മനസ്സിലായി. താൻ തന്റെ ഹൃദയത്തിൽ പറഞ്ഞു, എനിക്കും ആ ശക്തി അനുഭവിക്കണമെന്ന് പറഞ്ഞു. അതിനുശേഷം താനും പറയുകയാണ്, ഞാനും ക്രിസ്തുവിൻ്റെതാണ് എന്ന് പറഞ്ഞ് താനും ക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിക്കുന്നു. ഈ ഗ്രാമത്തലവന്റെ വാക്കുകൾ കേട്ട് ആ ഗ്രാമത്തിലുള്ള മുഴുവൻ പേരും, അല്ലെങ്കിൽ ആ ഗ്രാമം മുഴുവനും യേശുവിനെ രക്ഷിതാവും കർത്താവുമായിട്ട് സ്വീകരിക്കുന്നതായിട്ട് കാണാൻ സാധിക്കും. ഇവര് മരിച്ചു പോയെങ്കിലും അവരിലൂടെ ആ ഗ്രാമം മുഴുവൻ യേശുവിനെ അറിയുവാനായിട്ട് ഇടയായിട്ടെന്ന് നമുക്ക് കാണാൻ സാധിക്കും. ഈ മനുഷ്യൻ മരിച്ചു പോയെങ്കിലും താൻ പറഞ്ഞ വാക്കുകൾ ഇന്ത്യൻ മിഷണറിയായ സാധു സുന്ദർ സിംഗ് ഒരു സ്തുതി ഗീതമായി രചിച്ചിരിക്കുന്നു. അതാണ് നാം ഇന്ന് പാടുന്ന ഐ ഹാവ് ഡിസൈഡഡ് ടു ഫോളോ ജീസസ് എന്നത്. നമുക്കും ചേർന്ന് പാടാം. I have decided to follow Jesus. I have decided to follow Jesus. I have decided to follow Jesus. No turning back, no turning back, no turning back, no turning back. The world behind me, the cross before me. The world behind me, the cross before me. The world behind me, the cross before me. No turning back, no turning back, no turning back, no turning back. എനിക്ക് അവസരം ഒരുക്കി തന്ന എല്ലാവരും നന്ദി. താങ്ക് യു. വളരെ മനോഹരമായ പാട്ടും മെസ്സേജും എല്ലാം പങ്കുവയ്ക്കാൻ ജോണിനെ ദൈവം ഇടയാക്കിയല്ലോ. ദൈവം അനുഗ്രഹിക്കട്ടെ. ഇനിയും ചില കാര്യങ്ങൾ പറയാൻ സജ്ജീകരണ ഞാനിവിടെ വന്നപ്പോൾ നമ്മുടെ പറഞ്ഞ ഒരു കാര്യം എനിക്ക് ചിന്തിപ്പിച്ചു. നിരീശ്വരവാദിയെ പറ്റി ഇങ്ങനെ ചിന്തിക്കുകയാണ്. അപ്പോൾ എൻ്റെ വീട്ടിൽ കഴിഞ്ഞ ദിവസം നടന്നൊരു സംഭവം പറയാൻ ഇങ്ങനെ വീട്ടിൽ നടന്നു പോയാൽ വീട്ടിൽ വഴക്കല്ല,
വീടിൻ്റെ അടുത്ത് ഒരു നിരീശ്വരവാദിയുണ്ട്. എന്നോട് വലിയ കാര്യമോ മറ്റു കാര്യങ്ങളൊന്നുമില്ല, ബൈബിളിലെ കാര്യങ്ങളൊക്കെ പറഞ്ഞതിനെതിരായിട്ട് കാര്യങ്ങളൊക്കെ പറയും. കഴിഞ്ഞ ദിവസം വീട്ടിൽ പ്രാർത്ഥന വെച്ചപ്പോൾ എന്നോട് പറഞ്ഞു, ഞാൻ പറഞ്ഞു എന്തോ പ്രാർത്ഥനയുണ്ട് വരണം, ഞാൻ പ്രാർത്ഥന കഴിയുമ്പം വരുമെന്ന് പറഞ്ഞു. അത് കഴിയുമ്പോൾ ഞാൻ ചിന്തിച്ചു, എന്നാൽ എന്നോട് പറഞ്ഞു, സഹിച്ചേട്ടാ, എന്നെ ചേട്ടാന്ന് വിളിക്കുന്നത്, സഹിച്ചേട്ടാ ഇവിടെ ഒരു പന്തൽ ഫ്രണ്ടോട് ഇട്ടാൽ നല്ലതായിരിക്കും എന്ന് ഇങ്ങനെ പറഞ്ഞു. സത്യം പറഞ്ഞാൽ ഞാൻ അറിഞ്ഞേയില്ല പന്തലിട്ടത്. ആ മനുഷ്യൻ പടുതായും എടുത്ത് കയറും എല്ലാം റെഡിയാക്കി എൻ്റെ വീണ്ടും വാതികല പന്തലിട്ടു മനോരമ പറഞ്ഞു. സത്യം പറഞ്ഞാൽ ഞാനിങ്ങനെ ചിന്തിച്ചു, പ്രാർത്ഥനയ്ക്ക് വരത്തില്ലെന്ന് പറഞ്ഞ വാർത്ത പ്രാർത്ഥന തീരുന്നതിന് മുമ്പേ അവിടെ വരികയും ചെയ്തു. എല്ലാവർക്കും ഫുഡും വിളമ്പി കൊടുത്തു. ഞാൻ മോളൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ ഒത്തിരി ചിന്തിച്ചു, നമ്മുടെ ഏത് വിഷയത്തിനും നമ്മൾ ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ അവരുടെ പോവല്ല, അവർ നമ്മളുടെ വരും. അതിന് ചെറിയൊരു വാക്യം ഞാൻ വായിക്കാം. റോമാലേഖനം 12-ാം അധ്യായം 2-ാമത്തെ വാക്യം. ഞാൻ വായിക്കാം. ഈ ലോകത്തിന് നമ്മൾ ഈ ലോകത്തിൽ നമ്മൾ ജീവിച്ചാൽ നമുക്ക് ജീവിതം ദൈവമായിട്ടൊരു ബന്ധത്തിൽ പോകാൻ പറ്റത്തില്ല. എൻ്റെ താഴോട്ടുള്ള വാക്യത്തിൽ പൂർണ്ണതയുള്ള ദൈവഗീതം ഇന്നതെന്ന് തിരിച്ചറിഞ്ഞ് മനസ്സ് പുതുക്കി രൂപാന്തരം. ദൈവഗീതം എന്നതെന്ന് നമ്മൾ എപ്പോഴും ചിന്തിക്കണം. അതുപോലെ തന്നെ ആസ്മി ഒരു കാര്യം പറഞ്ഞപ്പോൾ എന്നെ ഒത്തിരി ചിന്തിപ്പിച്ചു. ഈ ചില വിഷയങ്ങൾ എന്നെ ടച്ച് ചെയ്യാനിടയായി. അത് കോവിഡിൻ്റെ സമയത്തെ കാര്യങ്ങൾ എന്നെ പറഞ്ഞ് ഒത്തിരി ചിന്തിപ്പിച്ചു. അതായത് കോവിഡിൻ്റെ സമയത്ത് ഞാനാണെങ്കിൽ പാലക്കാട് ജോലി ചെയ്യുമ്പോൾ എനിക്ക് ഡെയിലി ശമ്പളമാണ്. ഇപ്പം ഞാൻ ജോലി ചെയ്തത് മാസ ശമ്പളമാണ്. ജോലി ചെയ്താൽ അവിടെ ശമ്പളം കിട്ടും. ആ സമയത്ത് ഞാൻ ഇത്തിരി ഭാരപ്പെട്ടു. സാമ്പത്തികമായി വളരെ എല്ലാവർക്കും കൂടെ ബുദ്ധിമുട്ടാണല്ലോ കോവിഡിൻ്റെ സമയം. ആ സമയത്ത് നമ്മുടെ സഭയിലുള്ള ഒരു വ്യക്തി എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, മോനൊരു 15,000 രൂപ അക്കൗണ്ടിൽ ഇടുക എന്ന് പറഞ്ഞു. നോക്കണേ, നമ്മൾ പറഞ്ഞ അവരോടില്ല. നമ്മൾ ദൈവത്തോട് പ്രാർത്ഥിച്ച് ഏത് വിഷയത്തിനും മറുപടി തരും. അത് എൻ്റെ ജീവിതത്തിലുള്ള അനുഭവമാണ് ഞാൻ പറഞ്ഞത്. ആ സമയത്ത് പറഞ്ഞു എന്നെ ഒത്തിരി ചിന്തിപ്പിച്ചു. സത്യം ഞാൻ അവിടെ നിന്ന് കരയുകയും ചെയ്തു. എനിക്ക് പെട്ടെന്ന് എൻ്റെ ജീവിതത്തിൽ ചിലതൊക്കെ ചിന്തിക്കുമ്പോൾ ഒത്തിരി വിഷമങ്ങൾ എൻ്റെ ജീവിതത്തിൽ കടന്നു വരാണ്. അതൊക്കെ എന്നെ ഒത്തിരി ധൈര്യപ്പെടുത്തുന്നതാണ്. എനിക്ക് പെട്ടെന്ന് ഇങ്ങനെ ചിന്തിച്ചൊന്നും പറഞ്ഞതല്ല, എങ്കിലും ദൈവം എന്നെ ഒത്തിരി ധൈര്യപ്പെടുത്തുന്നു. നമ്മൾ ഏത് കുഞ്ഞുങ്ങളും എവിടെ ചെന്നാലും ഒരു വാക്കെങ്കിലും കർത്താവിനെ കുറിച്ച് പറയണം. നമ്മുടെ ഏത് സാഹചര്യം ചെന്നാലും ഞാൻ സംസാരിച്ചതിൻ്റെ അവസാനത്തിൽ എന്തൊരു ദൈവവചനം പറയാതെ അവിടുന്ന് പോകത്തില്ല. അതുകൊണ്ട് തന്നെ എല്ലാവരും സജിഭാഷ എന്നാണ് എല്ലാവരും വിളിക്കുന്നത്. നമ്മൾ ഭാഷ അല്ല എങ്കിലും ആ ദേശത്ത് അങ്ങനെ ഒരു കൃപണം ദൈവം തന്നിട്ടുണ്ട്. എന്നെ ഓർത്ത് പ്രാർത്ഥിക്കണം. കുഞ്ഞുങ്ങളുടെ ഈ വിഷയത്തിൽ എനിക്ക് വളരെ സന്തോഷമാണ്. ഞാൻ ഇടയ്ക്കൊക്കെ ഇത് വരാതിരുന്നതായിരുന്നാൽ ഇപ്പം പൂർണ്ണമായിട്ട് ഞാൻ ഇത് മാറ്റത്തില്ല. എനിക്ക് രാവിലെ എയർപോർട്ടിൽ പോകേണ്ടതാണ്. എങ്കിലും ഞാൻ സമയത്ത് കുഞ്ഞുമായിട്ട് കടന്നു വന്ന് വളരെ സന്തോഷമായിരുന്നു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. എല്ലാവർക്കും ദൈവം ആശംസ അറിയിച്ചുകൊണ്ട് നമ്മുടെ യൂത്ത് മീറ്റിങ്ങിന്റെ കോർഡിനേറ്റർ പറയുന്നതിനുണ്ട്. പക്ഷെ ഈ ഒരു ദൗത്യം എന്നെ ഏൽപ്പിച്ചിരിക്കുകയാണ്. നമ്മൾ ഒരു 7 മണി കഴിഞ്ഞൊരു 10 മിനിറ്റ് ആയപ്പോഴാണ് നമ്മൾ തുടങ്ങിയത് അല്ലേ? 7 മണി കഴിഞ്ഞ് 10 മിനിറ്റ് ആയപ്പോൾ തുടങ്ങി. ഞാൻ പലരുടെയും പുറകിൽ നടന്നിട്ട് ഒരു പ്രോഗ്രാം ചെയ്യുമോ എന്നൊക്കെ ചോദിച്ച് നടക്കുകയായിരുന്നു. എന്നാൽ യോഹന്നാൻ ചെയ്തതുപോലെ ഞാൻ ചെയ്തു. പക്ഷെ യഥാർത്ഥത്തിലുള്ള ആൾ വന്നപ്പോഴാണ് നിങ്ങളൊക്കെ ചാർജ് ആയത്. ജോബി വന്നു കഴിഞ്ഞപ്പോഴാണ് ഞാൻ പുറകിൽ നടന്ന് ഓരോരുത്തരുടെ പേരോടെ വിളിക്കുമ്പോൾ ഞാൻ ഞെട്ടി ശരിക്കും. അതിൻ്റെയൊക്കെ വളരെ ചെറിയ അല്ലേ, വളരെ ചെറിയ ഒരു 3-4 മിനിറ്റ് മാത്രമുള്ള ഒരു ടെസ്റ്റിമണിയായിരുന്നു. പക്ഷെ അത് വളരെ ചിന്തനീയമായ ഒരു കാര്യമാണ്. നമ്മൾ ഇവിടെ ആയിരിക്കുമ്പോൾ സ്കൂളിൽ പഠിക്കുമ്പോൾ +2 വരെ ഒന്നും നമ്മൾ വലിയ പ്രശ്നങ്ങളൊന്നും നേരിടുന്നില്ല. കോളേജിലോ സ്കൂളിലോ ഒക്കെ എന്ത് സംഭവിച്ചു എന്ന് പറഞ്ഞാലും നമ്മൾ വീട്ടിൽ വന്ന് നമ്മുടെ പേരൻസിനോട് ഷെയർ ചെയ്യും. പക്ഷെ +2 അങ്ങോട്ട് കഴിഞ്ഞ് നമ്മൾ വേറെ ലോകത്തോട്ടാണ് പോകുന്നത് അല്ലേ? ഏതെല്ലാം തരത്തിലുള്ള കാര്യങ്ങൾ, ഏതെല്ലാം തരത്തിലുള്ള ചോദ്യങ്ങൾ, ഏതെല്ലാം തരത്തിലുള്ള നമ്മളെ ഇൻസ്പയർ ചെയ്യുന്ന കാര്യങ്ങൾ നമ്മുടെ മുമ്പിൽ വരുമെന്നറിയോ? നിരീശ്വരവാദികൾ ഒരു സൈഡിൽ വരും, മറ്റ് മതസ്ഥരായിട്ടുള്ളവർ വേറൊരു സൈഡിൽ വരും. അവസാനം
ശരിയായ രീതിയിൽ നാം ദൈവവചനം പഠിക്കുന്നില്ലെങ്കിലും ദൈവത്തെ എക്സ്പീരിയൻസ് ചെയ്യുന്നില്ലെങ്കിലും ഒരിക്കലും നമുക്ക് പിടിച്ചു നിൽക്കാൻ സാധിക്കത്തില്ല, ഒരിക്കലും നിലനിൽക്കുവാൻ സാധിക്കത്തില്ല. മനസ്സിലായി? അപ്പം അത് അയറിന വളരെ ബുദ്ധിമുട്ടി ഒരുപാട് എന്നോട് പറഞ്ഞു, ഞാൻ ചെയ്യുന്നില്ല, ഞാൻ അങ്ങനെ ഒരു പ്രോഗ്രാം ചെയ്യുന്നില്ല, ഞങ്ങളെ അടുത്ത വർഷം ചെയ്യാം അല്ലെ, അയറിനെ അടുത്ത വർഷമേ വരത്തുള്ളൂ, അടുത്ത യൂത്ത് മീറ്റിങ്ങിന് ചെയ്യാമെന്നൊക്കെയാണ് പറഞ്ഞത്. പക്ഷെ എങ്കിലും ഞങ്ങൾക്ക് വേണ്ടി ആ 3 മിനിറ്റ് ഷെയർ ചെയ്ത കാര്യം വളരെ ചിന്തനീയമായ കാര്യമാണ്. എന്ത് വന്നെന്ന് പറഞ്ഞാലും, ആരെല്ലാം നമ്മുടെ പുറകിന് വന്ന് നമ്മുടെ ദൈവത്തെ കുറിച്ച് ഇല്ല എന്ന് പറഞ്ഞാലും, ശരിക്കും നമ്മൾ തമ്മിൽ, ഞാനും ദൈവവും തമ്മിൽ നേരിട്ട് ബന്ധമുണ്ടെങ്കിൽ ആർക്കെങ്കിലും നിഷേധിക്കാൻ പറ്റുമോ? നമുക്ക് നേരിട്ട് നമ്മളോട് സംസാരിക്കുന്ന ഒരു ദൈവത്തെ ആർക്കെങ്കിലും ഇല്ല എന്ന് പറയാൻ സാധിക്കുമോ? ഞാൻ സംസാരിക്കുന്നതാണ്, എൻ്റെ എക്സ്പീരിയൻസ് ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ നിഷേധിക്കാൻ ആർക്കും പറ്റില്ല. പിന്നെ എന്തൊക്കെ പ്രോഗ്രാമുകളാണ് നമ്മുടെ ഇടയിൽ നടന്നത്? ആദ്യം നടന്ന പ്രോഗ്രാം ഏതായിരുന്നു? ഫസ്റ്റ് ഗ്രൂപ്പ് സോങ് നടന്നു. അതിനുശേഷം എല്ലാവരും പ്രാർത്ഥിച്ചു. പക്ഷെ ചിലർക്കൊക്കെ ഈ ആഴ്ച പ്രാർത്ഥിക്കാൻ മൈക്കും കൊണ്ട് ചെന്നപ്പം അങ്ങളെ വേണ്ട, അടുത്ത ആഴ്ച ആട്ടെന്നൊക്കെ പറഞ്ഞ കുഞ്ഞുങ്ങളുണ്ട്. ഒരു കാര്യം ഇപ്പോഴേ പറയുകയാണ്, നിങ്ങൾ പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ട് അടുത്ത യൂത്ത് മീറ്റിങ്ങിന് പ്രാർത്ഥിക്കാൻ വേണ്ടി റെഡി ആയിട്ട് വരിക, പ്രിപ്പയർ ചെയ്ത് വരിക. കേട്ടല്ലോ? അധികം ഒന്നും പ്രാർത്ഥിക്കണ്ട, കുറഞ്ഞത് ഒരു 4 വാക്കെങ്കിലും പറയുവാൻ ഇത്രയും പേരുടെ മുമ്പിൽ നിന്ന് മൈക്ക് പിടിച്ച് പ്രാർത്ഥിക്കാൻ വേണ്ടി റെഡി ആയിട്ട് വരണം. വരുവോ? എല്ലാവരും വരുവോ? റെഡി ആയിട്ട് വരണം കേട്ടോ. അടുത്തെന്തായിരുന്നു? അതിന്റെ അടുത്ത പ്രോഗ്രാം എന്തായിരുന്നു? അതിന്റെ അടുത്ത് എന്തായിരുന്നു? ഗ്രൂപ്പ് സോങ് അല്ലേ? വളരെ മനോഹരമായിട്ട് പാടി. ഇനിയും നല്ല എനർജിയോടുകൂടി പാടാൻ ദൈവം സഹായിക്കട്ടെ. അതിന്റെ അടുത്ത് എന്തായിരുന്നു? ജോഷിന്റെ കീബോർഡ് അല്ലേ? കഴിഞ്ഞ യൂത്ത് മീറ്റിംഗിലാണെന്ന് തോന്നുന്നല്ലേ നമ്മളിത് ഈ കാര്യം അനൗൺസ് ചെയ്തത് അല്ലെ? നമുക്കൊരു ജൂനിയർ കൊയർ ഫോം ചെയ്യുന്നതിനെ പറ്റി നമ്മൾ പറഞ്ഞ് അതിനുശേഷം നമ്മൾ 2 പ്രാക്ടീസ് സെഷൻ വെച്ചു. പക്ഷെങ്കില് അന്ന് കണ്ട ജവാഷ് ആണോ ഇന്ന് നമ്മൾ കണ്ട ജവാഷ്? ജവാഷ് ആഴ്ചയിൽ എത്ര ദിവസം പോയി പഠിക്കുന്നുണ്ട്? 2 ദിവസം വീക്കിലി പോയി തിരുവല്ലയിൽ പോയിട്ട് കീബോർഡ് പഠിക്കുകയാണ്. എന്തിനു വേണ്ടിയാണെന്നറിയോ? എന്തിനു വേണ്ടിയിട്ടാണ്? നമ്മുടെ കൊയർ ലീഡ് ചെയ്യാൻ വേണ്ടിയിട്ട്, അതിനുള്ള പ്രാക്ടീസാണ്. അപ്പൊ നമ്മൾ 2-3 ആഴ്ചയായിട്ട് നമ്മുടെ യൂത്ത് കൊയർ നമ്മൾ പ്രാക്ടീസ് സെഷൻ വരുന്നില്ല. എന്തുകൊണ്ടാണെന്നറിയോ? ഈ ആഴ്ച നമുക്ക് യൂത്ത് മീറ്റിംഗ് ഉണ്ട്. കഴിഞ്ഞ ആഴ്ച നമ്മുടെ ഫാസ്റ്റിംഗ് പ്രയർ ആയിരുന്നു. അതിന്റെ മുമ്പിലത്തെ ആഴ്ച നമുക്ക് ഹൗസ് വിസിറ്റിന് പോയേക്കുന്ന സെലക്ട് ചെയ്ത ആ ഒരു ദിവസമായിരുന്നു. അതുകൊണ്ടാണ് അങ്ങനെ ഒരു കൂടിവരവില്ലാഞ്ഞത്. അപ്പം ദൈവം അനുഗ്രഹം സഹായിക്കുകയാണെങ്കിൽ അടുത്ത ശനിയാഴ്ച നമുക്ക് ജൂനിയർ കൊയറിന് വേണ്ടിയിട്ടുള്ള പ്രാക്ടീസ് സെഷൻ ഉണ്ടായിരിക്കും. അന്നേരം ഇപ്പോൾ ഉറപ്പായിട്ട് നമുക്ക് കീബോർഡിനെ ലീഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ജോഷ് ആരോൺ ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ ഗിറ്റാറും കൊണ്ട് നമ്മുടെ റിസോണ ഉണ്ടായിരിക്കും. നമ്മുടെ എല്ലാ പേര് തന്നിട്ടുള്ള എല്ലാവരും അതിൽ പങ്കെടുക്കാൻ ഞാൻ നിങ്ങൾക്ക് മെസ്സേജ് ചെയ്യുന്നതായിരിക്കും. അടുത്ത എന്തായിരുന്നു? അതിന്റെ അടുത്ത് എന്തായിരുന്നു? ജാൻ ഓർക്കുന്നുണ്ടോ? അതിന്റെ അടുത്തായിരുന്നു അയറിന്റെ പ്രോഗ്രാം. അയറിന്റെ പ്രോഗ്രാമിന്റെ ഫീഡ്ബാക്ക് ഞാൻ പറഞ്ഞു. അടുത്ത് എന്തായിരുന്നു? സൈബയുടെ പാട്ട്. എന്നെ പിന്നെ ഞാൻ പ്രത്യേകിച്ചൊന്നും പറയേണ്ട ആവശ്യമില്ല. പക്ഷെ ഒരു കാര്യം ചോദിക്കട്ടെ, അത് ആരെഴുതിയ പാട്ടാണ്? ഫ്രണ്ട് എഴുതി ഉണ്ടല്ലോ, എഴുതുന്നത് ആളെഴുതിയല്ലോ. ഇന്ന് പാടിയതല്ലല്ലോ. ഓക്കെ, വളരെ നല്ല രീതിയിൽ പനിയായിരുന്നിട്ട് കൂടി യാതൊരു മടിയും കൂടാതെ ഏത് സമയത്തും ഏതുറക്കത്തിലും റെഡി ആയിട്ടിരിക്കുന്നവർക്ക് ദൈവത്തെ സ്തുതിക്കുന്നു. അതിന്റെ അടുത്ത പ്രോഗ്രാം അസ്മിയുടെ ആയിരുന്നു അല്ലേ? അസ്മിയുടെ എക്സ്പീരിയൻസ് എന്റെയും കൂടെ എക്സ്പീരിയൻസ് ആണ്. അതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മുടെ മുന്നിൽ ചിലപ്പം നമുക്ക് യോഗ്യത ഉണ്ടായിട്ട് നമുക്ക് നഷ്ടപ്പെട്ടു പോകുന്ന പല കാര്യങ്ങളും നമ്മുടെ കൺമുൻപിൽ വന്നിട്ട് ചിലപ്പോൾ നഷ്ടപ്പെട്ടു പോവാം. പക്ഷെ അതിനുള്ളിലും ദൈവത്തിന്റെ ഒരു പ്രവൃത്തി, ദൈവം നമുക്ക് വേണ്ടി ഒരു കാര്യം ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ളൊരു ബോധ്യം നമുക്കുണ്ടായിരിക്കണം. നമുക്ക് വേണ്ടി മികച്ചതൊന്ന് ദൈവം ഒരുക്കുവാൻ വേണ്ടിയിട്ടാണ് ദൈവം ചിലപ്പോൾ നമ്മുടെ മുന്നിലുള്ള ചില നഷ്ടങ്ങൾ വരുത്തുന്നത്. അതുപോലെ തന്നെ തക്ക സമയത്ത് ആ ഒരു
കോവിഡിനോടനുബന്ധിച്ചിട്ട് അതിന്റെ ലാസ്റ്റ് ദിവസം എല്ലാം ക്ലോസ് ആകുന്ന ആ ദിവസമാണ് ഞങ്ങൾ പുതിയൊരു സ്ഥലത്ത് പോയി പുതിയൊരു സ്ഥലത്ത് താമസിക്കാൻ വേണ്ടി ചെല്ലുന്നതും അവിടെ ജോയിൻ ചെയ്യുന്നതൊക്കെ. പല വ്യക്തികളും എന്നോട് ചോദിച്ചു, എങ്ങനെയാണ് ഇത് സാധിച്ചത്, നിങ്ങൾക്ക് മാത്രം എങ്ങനെയാണ് ഇത് സാധിച്ചതെന്ന്. ഞാൻ ജോലി ചെയ്യുന്ന ഞങ്ങളുടെ സ്ഥാപനത്തിലെ, ഞാൻ മുമ്പ് പോയിരുന്ന ചർച്ചിലെ പലരും എന്നോട് ചോദിച്ചു, സോണി, ദൈവം നിങ്ങൾക്ക് വേണ്ടി വലിയ കാര്യമാണ് ചെയ്തതെന്ന്. അത്രയും വലിയൊരു കാര്യമായിരുന്നു ദൈവം ചെയ്തത്. കാരണം നമ്മൾ ദൈവത്തിൽ വിശ്വസിച്ച് ദൈവത്തിന് വേണ്ടി കാത്തിരിക്കുകയാണെങ്കിൽ തക്ക സമയത്ത് നമ്മളെ മാനിക്കുകയും നമ്മളെ ഉയർത്തുകയും ചെയ്യുന്നൊരു ദൈവമുണ്ട് എന്നുള്ളത് ആ ഒരു സത്യമാണ് എന്നുള്ളതാണ് അന്നിക്കൂടി പറഞ്ഞത്. അതിൻ്റെ അടുത്തായിട്ട് എന്തായിരുന്നു? അസ്മി കഴിഞ്ഞിട്ട് ആരായിരുന്നു? ജാനി ചേച്ചിയുടെ പാട്ട്. ജാനി ചേച്ചിയോട് ഞാൻ വന്ന സമയത്ത് ഒരു പാട്ട് പാടുമെന്ന് ചോദിച്ച്, സൺഡേ സ്കൂളിൽ പഠിപ്പിക്കാനാണെങ്കിൽ നോന്നൊരു വാക്ക് എന്നോട് പറയാത്ത ഒരാളാണ്. പക്ഷെ എന്നോട് പറഞ്ഞു, അങ്ങനെ നെക്സ്റ്റ് ടൈം ഞാൻ ചെയ്യാമെന്ന് പറഞ്ഞു. ഞാൻ ഓക്കെയും പറഞ്ഞതാണ്. പക്ഷെ പിന്നെ എങ്ങനെ ആ പേര് ഇവിടെ വന്നു എന്ന് എനിക്കറിയത്തില്ല. എന്ത് തന്നെ ആയിരുന്നാലും വളരെ മനോഹരമായിരുന്നു, വളരെ നന്നായി പാടി. ഏത് സമയവും ഒരുക്കത്തിലായിരിക്കുന്നതിന് ദൈവത്തെ സ്തോത്രം ചെയ്യുന്ന. അതിൻ്റെ അടുത്ത് എന്തായിരുന്നു? റയാന്റെ പാട്ട്. റയാന്റെ പാട്ടിനെ പറ്റി നിങ്ങളുടെ അഭിപ്രായം എന്താണ്? സൺഡേ സ്കൂൾ ടീച്ചേഴ്സിന്റെ അഭിപ്രായം എന്ന് പറഞ്ഞേ. ഈ റയാനെ കണ്ടിട്ടുണ്ടോ? ഈ റയാനെ സത്യത്തിൽ ഞങ്ങൾ ആദ്യമായിട്ട് കാണുകയാണ് ഏകദേശം. പക്ഷെ എന്താ പറയുക, വന്ദേ ഭാരത് എക്സ്പ്രസ് ആയിരുന്നു എന്ന് മാത്രമേ ഉള്ളൂ, അല്ലേ? സത്യമല്ലേ? ഒരു സ്റ്റാർട്ടും ഒരു സ്റ്റോപ്പും ആയിരുന്നു. പക്ഷെ ആ ഒരു ഞാൻ കഴിഞ്ഞ ഞായറാഴ്ച പ്രത്യേകം പറഞ്ഞാണ് വിട്ടത്, എന്തെങ്കിലും ഒരു പ്രോഗ്രാം ചെയ്യാൻ വേണ്ടിയിട്ടല്ലാതെ ആരും ഇവിടെ കടന്നു വരാൻ വേണ്ടി പാടില്ല എന്ന് കരുതി നിങ്ങൾ വരാതിരിക്കരുത്. നിങ്ങൾക്ക് നല്ല സമയമുണ്ട്. നിങ്ങൾക്ക് ഒരാഴ്ചയിൽ ഒരു മാസത്തിൽ കൂടുതൽ സമയമുണ്ട്. ഏതെങ്കിലും ഒരു ചെറിയ കാര്യമെങ്കിലും ചെയ്യാൻ വേണ്ടി റെഡിയായിട്ട് വേണം നിങ്ങൾ ഓരോരുത്തരും ഇവിടെ വരിക. ഇവിടെ വന്നു കഴിഞ്ഞിട്ട് അങ്കിളുമാർ ഏത് പ്രോഗ്രാം ആണെന്ന് ചോദിക്കുമ്പോൾ, അയ്യോ അങ്കിളെ ഞങ്ങളില്ല, പിന്നാട്ട് അടുത്ത മാസമായിട്ട് അടുത്ത വർഷമായിട്ട് അങ്ങനെ ഒന്നും പറയരുത്. നിങ്ങൾ ഇന്ന് തീരുമാനിക്കുക, അടുത്ത യൂത്ത് മീറ്റിംഗിൽ എന്റെ ഒരു പ്രോഗ്രാം ഉണ്ടായിരിക്കും, കേട്ടോ? ചെയ്യോ? ഏഞ്ചൽ ഇന്നൊരു പ്രോഗ്രാമിന് റെഡി ആയിട്ട് വന്നതാണ്. പക്ഷെങ്കിൽ ഒരു ആക്ഷൻ സോങ് ആണ്, അതിന്റെ പാട്ട് യൂട്യൂബിൽ അവൈലബിൾ അല്ലാത്തതുകൊണ്ടാണ് ഏഞ്ചലിന് അത് സാധിക്കാതിരുന്നത്. പക്ഷെ ഏഞ്ചൽ നെക്സ്റ്റ് ടൈം ഇവിടെ ആക്ഷൻ സോങ് കളിക്കും. ചെയ്തില്ലേ? ഉറപ്പായിട്ടും നെക്സ്റ്റ് യൂത്ത് മീറ്റിംഗില് ഏഞ്ചലിന്റെ ആക്ഷൻ സോങ് ഉണ്ടായിരിക്കും. ഓക്കെ. അടുത്ത എന്തായിരുന്നു? ശിവമിന്റെ മെസ്സേജ് ഒരു 5 minutes ഉള്ളായിരുന്നു. പക്ഷേ എന്നെ നന്നായിട്ട് അത് ഇൻസ്പയർ ചെയ്തു. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്, ഈ ലോകത്ത് നമുക്ക് വേണ്ടി ഏറ്റവും നല്ല കാര്യങ്ങൾ പ്രൊവൈഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആരാണ്? ദൈവം. അത് കഴിഞ്ഞിട്ട് ആരായിരിക്കും? നമ്മുടെ പേരൻസ് ആയിരിക്കും, അല്ലെ? നമ്മുടെ പേരൻസ് ആയിരിക്കും ഏറ്റവും നല്ല കാര്യങ്ങൾ നമുക്ക് വേണ്ടി തരാൻ ആഗ്രഹിക്കുന്നവർ. അത് ആ ഒരു സത്യം നമ്മൾ കുഞ്ഞുങ്ങളെല്ലാവരും മനസ്സിൽ വെക്കണം. രണ്ടാമതായിട്ട് ഇപ്പൊ ജൊഹാന എൻ്റെ അടുത്ത് പറയാണ്, പപ്പ എനിക്കൊരു ഐഫോൺ വേണം എന്ന് പറഞ്ഞാൽ ഞാൻ എന്തുകൊണ്ടാണ് അത് വാങ്ങിച്ചു കൊടുക്കുക? ഞാൻ വാങ്ങിച്ചു കൊടുക്കുമോ? എന്തുകൊണ്ട് അത് ചെയ്യുന്നില്ല? ഇപ്പൊ എന്നെക്കാട്ടിൽ വളരെ നന്നായിട്ട് ഡ്രൈവ് ചെയ്യുന്ന ചിലപ്പോൾ കുഞ്ഞുങ്ങൾ ഇതിനകത്ത് കാണുമായിരിക്കും, അല്ലേ? കാണും. എന്നെക്കാട്ടിൽ നന്നായിട്ട് ഡ്രൈവ് ചെയ്യുന്ന കുഞ്ഞുങ്ങൾ ഇതിനകത്ത് കാണുമായിരിക്കും. പക്ഷെ അവർക്ക് അവിടെ ചെന്നാൽ ലൈസൻസ് കിട്ടുമോ? എന്തുകൊണ്ട് കിട്ടത്തില്ല? നിങ്ങൾക്ക് നന്നായിട്ട് ഡ്രൈവ് ചെയ്യാൻ അറിയാമായിരിക്കും. പക്ഷെങ്കിൽ നിങ്ങൾ റോഡിൽ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് ഉചിതമായിട്ടുള്ളൊരു തീരുമാനം എടുക്കാനുള്ളൊരു പക്വത നിങ്ങളിലായിട്ടില്ല എന്നൊരു കാരണം കൊണ്ടാണ് നിങ്ങൾക്ക് ആ ലൈസൻസ് കിട്ടാത്തത്. മനസ്സിലായോ? ചിലപ്പോൾ ഒരു വാഹനത്തിന്റെ പുറകെ ഒരു 2-3 മിനിറ്റ് പോയി കഴിയുമ്പോൾ നമുക്ക് തോന്നും, അല്ല സഹിച്ച ഒന്ന് ഓവർടേക്ക് ചെയ്ത് കൊള്ളാം, ഇവ എന്തൊരു ബുദ്ധിമുട്ടാണിത് എന്ന് തോന്നും. പക്ഷെങ്കിൽ അതിനു മുമ്പിലുള്ള സാഹചര്യം മനസ്സിലാക്കി കൃത്യമായ രീതിയിൽ നമ്മൾ ഓവർടേക്ക് ചെയ്ത് പോകുവാനുള്ള ആ തീരുമാനം എടുക്കുവാനുള്ള ഒരു പക്വതയാണ് ആർജിക്കേണ്ടത്, അല്ലെ? അപ്പം നിങ്ങൾക്ക് പേരൻസ് പ്രൊവൈഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് ഏറ്റവും ബെസ്റ്റ് ആണെങ്കിലും പക്ഷെ അവരത് തക്ക സമയത്തെ നിങ്ങൾക്ക് തരത്തുള്ളൂ, അല്ലെ? കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓരോ കാര്യങ്ങളിലും നിങ്ങൾ തീരുമാനമെടുക്കാനുള്ള ആ ശേഷി എന്താകുന്നു നിങ്ങൾക്കാകുന്നു എന്ന് അവർക്ക് തോന്നുന്ന ദിവസമായിരിക്കും നിങ്ങൾക്ക് അത് തരുന്നത്, അല്ലെ? അപ്പം ഏറ്റവും നല്ല കാര്യങ്ങൾ തരുവാൻ വേണ്ടി പേരൻസ് ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ളൊരു ബോധ്യം നിങ്ങൾക്ക് വേണം. അതുകൊണ്ട് ആവശ്യമില്ലാത്ത അല്ലെങ്കിൽ നമ്മുടെ പേരൻസിന് അഫോർഡബിൾ അവരെ കൊണ്ട് പറ്റാത്ത ഒരു കാര്യത്തിന് വേണ്ടി എന്ത് ചെയ്യരുത്?
ഒരിക്കലും നിർബന്ധം നമ്മൾ പിടിക്കരുത്. ഒരിക്കലും ഒരു കാര്യത്തിന് എന്ത് ചെയ്യരുത്, ദുർവാശി കാണിക്കരുത്. കേൾക്കുന്നുണ്ടോ? റയാനൊക്കെ കേൾക്കുന്നുണ്ടോ? പപ്പ എന്നോട് പറഞ്ഞു, എന്റെ സോണി എപ്പോഴും ഒരു ഫോൺ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അവർക്ക് വേറൊരു ലോകമില്ലെന്നാ പറഞ്ഞത്. ഒരു ഫോൺ എന്ന് പറഞ്ഞാൽ റയാനെ മാത്രം കാര്യമല്ല, ഇവിടെ ഇരിക്കുന്ന ഏത് കുഞ്ഞുങ്ങളുടെയും ഒരു ഫോൺ കൊടുത്തു കഴിഞ്ഞാൽ അവർ എത്ര മണിക്കൂർ വേണേലും പൊയ്ക്കോളും, എത്ര മണിക്കൂർ വേണേലും അതുകൊണ്ടിരിക്കും. അതുകൊണ്ട് റയാൻ എന്ത് ചെയ്തെന്ന് അറിയാമോ? കുറച്ച് കൃഷി ചെയ്യാൻ തുടങ്ങി. നിങ്ങൾ കണ്ടായിരുന്നു റയാന്റെ വീട്ടിൽ ചെന്നപ്പോൾ കുറച്ച് കൃഷി സാധനങ്ങൾ കണ്ടായിരുന്നു. അതായത് കുറച്ച് ഫോണിന്റെ ഉപയോഗം കുറയ്ക്കാൻ വേണ്ടി റയാന്റെ പപ്പ ഒരു മാർഗനിർദ്ദേശം കൊടുത്ത അത് തന്നെ ഇതാണ് തന്നെ ചെയ്തതാണ്. അതായത് അങ്ങനെയുള്ള കാര്യങ്ങളിൽ നമുക്ക് പറ്റാത്ത അല്ലെങ്കിൽ നമുക്ക് വേണ്ടാത്ത കാര്യങ്ങളിൽ ഇടപെടുന്നതിന് പകരം ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളിൽ നമ്മൾ ഇടപെടാൻ വേണ്ടി ശ്രമിക്കണം. തക്ക സമയത്ത് നിങ്ങൾക്ക് വേണ്ടതെല്ലാം അവർ നിങ്ങൾക്ക് വേണ്ടി ചെയ്തു തരും. ഒരു കാര്യത്തിനും ദുർവാശി പിടിക്കരുത് എന്നാണ് ശുഭങ്ങൾ നമ്മളോട് പറഞ്ഞു തന്ന ആ ഒരു മെസ്സേജ്. പിന്നെന്തായിരുന്നു അടുത്തെന്തായിരുന്നു? ശുഭങ്ങൾ കഴിഞ്ഞാലായിരുന്നു ജെറുഷയുടെ പാട്ട്. ഞാൻ ജെറുഷ മുന്നോട്ട് വന്നപ്പോഴേ ഞാൻ ജോബിനങ്ങളോട് പറഞ്ഞു, പുലിയാണ് കേട്ടോ, ഒരിക്കലും അത് തെറ്റിക്കരുത്. ഏത് കാര്യത്തിനും മെഡിക്കായിട്ട് ഏത് സമയം മുന്നോട്ട് വരണം. നമ്മുടെ ഹൗസ് വിസിറ്റിനൊക്കെ പോയ സമയത്ത് അങ്ങളെ ഞാൻ പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞ് മുന്നോട്ട് വന്ന് പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്ത് അല്ലേ, മുന്നോട്ട് വന്ന് പ്രാർത്ഥിച്ചു. അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം മീറ്റിങ്ങിന് വൈകിട്ടോടെ വന്നായിരുന്നല്ലേ. എല്ലാത്തിനും മുന്നിലുണ്ട്. പക്ഷെ ഈ ഒരു എനർജി കളയരുത്. കൂടുതൽ കേട്ടോ, മെഡിക്കായിട്ട് മുന്നിൽ തന്നെ കാണണേ. ഓക്കെ, അടുത്ത എന്തായിരുന്നു? ഞാനിവിടെ വന്നപ്പോ ചോദിച്ചു, മോളെ എന്തെങ്കിലും ചെയ്യൂ? ഒരു രക്ഷയില്ലെന്നാ പറഞ്ഞത്, യാതൊരു ചാൻസും ഇല്ലെന്ന് പറഞ്ഞു. പക്ഷെ 2 മിനിറ്റ് കൊണ്ട് മനോഹരമായിട്ടുള്ളൊരു കഥ അല്ലേ? ദൈവത്തിൽ ആശ്രയിക്കുക. ദൈവത്തിൽ നമ്മൾ ആശ്രയിച്ചു കഴിഞ്ഞാൽ എങ്ങനെയാണ് ദൈവം നമുക്ക് വേണ്ടി കരുതുന്നത്, എങ്ങനെയാണ് ദൈവം നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്നത്, പ്രാർത്ഥനയുടെ ശക്തി എന്താണ് എന്നൊക്കെ ഒരു കുഞ്ഞു കഥയിൽ കൂടി നമ്മളെ പെട്ടെന്ന് ഓർമ്മിപ്പിക്കുകയും നമ്മളെ ബോധിപ്പിക്കുകയൊക്കെ ചെയ്തൊരു മെസ്സേജ് ആയിരുന്നു. അടുത്ത എന്തായിരുന്നു? ജോഹാനയുടെ ബിഹൈൻഡ് സ്റ്റോറി ഓഫ് എ സോങ്. ഓരോ പാട്ടുകളും ജനിക്കുന്നതിന് മുമ്പിൽ, പല പാട്ടുകൾക്കും മുമ്പിൽ ഒരു വലിയ കഥ ഉണ്ടാവും അല്ലേ? അതുപോലെ തന്നെ നമ്മൾ വളരെയധികം കേട്ടിട്ടുള്ളതും പാടിയിട്ടുള്ളതുമായ ഒരു പാട്ടായിരുന്നു നമ്മളിപ്പോൾ കേട്ടത്. പക്ഷെ അതിന്റെ പുറകിലുള്ള കഥ എത്ര വലിയൊരു കഥയായിരുന്നു എന്നുള്ളത് നമുക്ക് ഇപ്പൊ മനസ്സിലായി കാണുമല്ലോ. അപ്പം ഇതിനു വേണ്ടി ദൈവഭക്തന്മാർ സഹിച്ച യാതനകളൊക്കെ നമുക്ക് മനസ്സിലാക്കണം. ഒരുപാട് ഗാനങ്ങളുടെ പുറകിൽ ഇതുപോലെ വളരെ ബുദ്ധിമുട്ടേറിയ കഷ്ടപ്പെട്ട സാഹചര്യങ്ങളുണ്ട്. അതുപോലെ തന്നെ യൂത്ത് മീറ്റിങ്ങില് നിങ്ങൾ കഴിയുമെങ്കിൽ ഇതുപോലെ ഓരോ സോങ്ങിന്റെ പുറകിലുള്ള കഥ പറയുകയാണെങ്കിൽ വളരെ നല്ലൊരു പ്രോഗ്രാം ആയിരിക്കും. ഞങ്ങൾ നേരത്തെ ആയിരുന്ന സ്ഥലത്ത് അതുപോലെ ഒരു പ്രോഗ്രാം തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നു, ബിഹൈൻഡ് ദ സ്റ്റോറി ഓഫ് എ സോങ് എന്ന് പറഞ്ഞിട്ട്. അപ്പം വളരെ നല്ലൊരു പ്രോഗ്രാം ആയിരുന്നു. അടുത്ത എന്തായിരുന്നു? സൈജാന്റെ മെസ്സേജ്. സൈജാൻ സജി പാസ്റ്റർ അല്ലേ? സജി ബ്രദർ എന്നുള്ള ഒരു പോസ്റ്റിൽ നമ്മൾ മാറ്റി സജി പാസ്റ്റർ അല്ലെ. പ്രത്യേകിച്ച് ആ പാഞ്ഞിരിത്താന്റെ ഭാഗത്തൊക്കെ സജി പാസ്റ്ററുടെ വീട് എവിടെയാണെന്ന് ചോദിച്ചാല് അറിയത്തുള്ളൂ എന്നൊരു ഘട്ടത്തിലേക്ക്. പക്ഷെ അതിനെല്ലാം ഉപരിയായിട്ട് നമ്മൾ ഏത് സാഹചര്യത്തിലായിരിക്കുമ്പോഴും ദൈവത്തെ പറ്റി പറയാൻ റെഡി ആയിട്ടുള്ള ഒരാളാണ് അല്ലെ. നമ്മൾ പല സാഹചര്യങ്ങളിലും ആയിരിക്കും നമ്മൾ ആരോടെങ്കിലും പറയാൻ പറ്റുമോ, അല്ലെ എങ്ങനെ ചെയ്യാൻ പറ്റുമോ, ഇങ്ങനെ ചെയ്യാൻ പറ്റുമോ, അവരോട് അതിനെപ്പറ്റി പറയാൻ പറ്റുമോ, യാതൊരു സങ്കോചം കൂടാതെ കർത്താവിനെ പറ്റി പറയുവാൻ റെഡി ആയിട്ടിരിക്കുന്ന ഒരാളാണ്. ദൈവം ധാരാളമായിട്ട് സഹായിക്കട്ടെ. അതിന്റെ അടുത്ത പ്രോഗ്രാം ആരുടെയായിരുന്നു? എന്റെ പ്രോഗ്രാം. ഫീഡ്ബാക്ക് നിങ്ങൾ പറയണം. ഓക്കെ, വളരെ അനുഗ്രഹിക്കപ്പെട്ട നിലകളിൽ ഇന്നത്തെ പ്രോഗ്രാം ചെയ്യുവാൻ യഹോവയായ ദൈവം നമ്മുടെ റിസോണ മോളെ സഹായിച്ചു. ഏറ്റവും നല്ല രീതിയിൽ റിസോണ മോളൊരു കഥയും നമ്മളോട് പറഞ്ഞല്ലേ? പറഞ്ഞില്ലായിരുന്നു? അത് നിങ്ങളെല്ലാം മറന്നു അല്ലേ? റിസോണ നന്നായിട്ടൊരു കഥ നമ്മളോട് പറഞ്ഞു. അതുപോലെ തന്നെ ഈ ഒരു പ്രോഗ്രാം നന്നായിട്ട് ലീഡ് ചെയ്യാൻ ദൈവം സഹായിച്ചു. യഹോവയായ ദൈവം ധാരാളമായിട്ട് ബലപ്പെടുത്തട്ടെ, ശക്തീകരിക്കട്ടെ. റിസോണയ്ക്ക് ഒരു നല്ല കൈയടി കൊടുത്ത് എല്ലാവരും. ഇന്നിവിടെ പ്രോഗ്രാം ചെയ്യാത്തവരൊന്ന് കൈവക്കിക്ക്. ഇന്നിവിടെ പ്രോഗ്രാം ചെയ്യാത്ത മുതിർന്നവരും
ചെറിയൊരു എല്ലാവരും ഒന്ന് കൈവക്കിക്കേ. അടുത്ത യൂത്ത് മീറ്റിംഗ് നിങ്ങൾക്കാണ് പ്രയോറിറ്റി, കേട്ടല്ലോ അല്ലെ ജോബിൻ? അടുത്ത യൂത്ത് മീറ്റിംഗിന്റെ പ്രയോറിറ്റി നിങ്ങൾക്കാണ്, കേട്ടല്ലോ. നിശ്ചയമായിട്ട് ഒരു പ്രോഗ്രാം ചെയ്യാൻ റെഡി ആയിട്ട് വരണം. അതുപോലെ തന്നെ എല്ലാ കുഞ്ഞുങ്ങളും പ്രാർത്ഥിക്കുവാൻ വേണ്ടി റെഡി ആയിട്ട് വരണം, കേട്ടല്ലോ. ഓക്കെ, ഇതിന് കൂടുതൽ അനുഗ്രഹമായി തീരട്ടെ നമ്മുടെ യൂത്ത് മീറ്റിംഗ്. പിന്നെ 1-2 കാര്യങ്ങൾ ഞാൻ പറയുന്നു. ഈ മാസം അവസാനത്തോടു കൂടി നമ്മുടെ ആനിവേഴ്സറി, അതുപോലെ തന്നെ ഒരു ടൂർ പ്രോഗ്രാം നടത്താൻ വേണ്ടി ദൈവത്തിൽ ശരണപ്പെടുന്നു. നിങ്ങൾക്ക് എങ്ങനെയുള്ള സ്ഥലത്താണ് ടൂർ പോകാൻ ആഗ്രഹം? എങ്ങനെയുള്ള സ്ഥലമാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്? ഒരു വാട്ടർ തീം പാർക്കായ കൊള്ളാവോ? അവര് ഡിസ്കസ് ചെയ്യാണ്. അപ്പൊ നമ്മള് അതിനു വേണ്ടിയിട്ടുള്ളൊരു അപ്പൊ നമ്മുടെ ഈ മാസം അവസാനത്തോടു കൂടി നമ്മുടെ ആനിവേഴ്സറി, അതിനു മുമ്പായിട്ട് ഒരു 1 ഡേ ടൂറ് ദൈവം അനുവദിക്കുകയാണെങ്കിൽ ഒരു വാട്ടർ തീം പാർക്കില് ഒരു ടൂറും നടത്തുവാൻ വേണ്ടി ദൈവം നമ്മൾ ശരണപ്പെടുന്നുണ്ട്. യഹോവയായ ദൈവം അത് നമുക്ക് വേണ്ടി ചെയ്തു തരുമെന്ന് പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു. അതുപോലെ തന്നെ അതിനൊരു ഭാരിച്ച ചെലവുണ്ട്. അതുകൊണ്ട് അതിനു വേണ്ടിയിട്ട് ഒരു എല്ലാവരുടെയും കയ്യിൽ നിന്നൊരു ഒരാൾക്ക് ഇത്ര രൂപ വെച്ച് എടുക്കുന്നതുമായിരിക്കും. അതിനുവേണ്ടി തയ്യാറെടുത്തുകൊള്ളുക. ഓക്കെ, അപ്പം നാളെ സൺഡേ സ്കൂളിൽ വരുന്നവരെല്ലാവരും കഴിഞ്ഞ വർഷം ഉപയോഗിച്ച് നിങ്ങളുടെ പുസ്തകം കൊണ്ടുവരണം. നമുക്ക് ഇതുവരെ പുസ്തകം കിട്ടിയിട്ടില്ല. ഓക്കെ, എല്ലാവരും കൃത്യമായിട്ട് രാവിലെ 8:30 തന്നെ സൺഡേ സ്കൂളിൽ എത്തുക. എല്ലാ ടീച്ചർമാരും എത്തുക. ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. തുടർന്നുള്ള കാര്യങ്ങൾക്ക് വേണ്ടി നമ്മുടെ യൂത്ത് മീറ്റിംഗിന്റെ കോർഡിനേറ്ററെ 9 മണിയായി. ആരും വിഷമിക്കണ്ട, ഞാൻ 10-20 മിനിറ്റ് എടുക്കത്തുള്ളൂ കേട്ടോ. ആദ്യം തന്നെ എല്ലാവർക്കും നിങ്ങളുടെ സഹകരണങ്ങൾക്ക് നന്ദി പറയുകയാണ്. വേറെ ഒന്നുമല്ല, ഞാൻ ഇങ്ങോട്ട് വരുമ്പോൾ തന്നെ സഹോദരന്മാരും സഹോദരിമാരും പ്രത്യേകിച്ച് ഞങ്ങളുടെ കുഞ്ഞുങ്ങളെല്ലാവരും വളരെ സന്തോഷത്തോടുകൂടെ എന്നെ നോക്കുന്നുണ്ട്. പക്ഷെ ഒരു കാര്യം ഞാൻ ആക്സെപ്റ്റ് ചെയ്യുന്നു. എന്തോ പറഞ്ഞെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിള്ളേർ അതിനോട് ഏറ്റവും നന്നായിട്ട് സഹകരിക്കുന്നുണ്ട്. അഭിയാടിക്ക് മുഖത്ത് സന്തോഷം കണ്ടോ? അതുപോലെ തന്നെ വേറെ ആരായിരുന്നു? ജെറുഷ. പിള്ളേരൊക്കെ ആ സ്പോട്ടിൽ പറഞ്ഞു. ജോവാന പ്രോഗ്രാം ചെയ്യുന്നില്ലെന്ന് പറഞ്ഞാൽ ഇന്ന് സംസാരിച്ച എല്ലാ വ്യക്തികളും ഏറ്റവും നന്നായിട്ട് റെസ്പോണ്ട് ചെയ്തു. ആസ്മ സിസ്റ്റർ സ്പെഷ്യൽ പ്രോഗ്രാം അല്ല, സ്പീച്ച് എന്ന് പറഞ്ഞ സ്പീച്ച് അല്ല, ഷോർട്ട് മെസ്സേജ് എന്ന് പറഞ്ഞ വന്ന വളരെ ടച്ചിങ് ആയിട്ടുള്ള തന്റെ ജീവിതത്തിലെ ഒരു എക്സ്പീരിയൻസ് ഷെയർ ചെയ്തേ. ഷുജാന്, സൈജാന്, പ്രോഗ്രാമിന്ന് കോർഡിനേറ്റ് ചെയ്ത സോണിജാന്, എല്ലാവരുടെയും സഹകരണങ്ങൾക്ക് നന്ദി പറയുകയാണ്. നമ്മുടെ പരിപാടി ഏറ്റവും മനോഹരമായിട്ട് തന്നെ പോകും. നമ്മൾ കുറച്ച് ദിവസമായിട്ട് നമ്മൾ ചെയ്യാത്തൊരു കാര്യമുണ്ട്. മോളെ നമ്പർ എടുത്ത് 1 എടുത്തോ? എത്ര ഉണ്ടായിരുന്നു? 30 ഉണ്ട്. ഓക്കെ, അതായത് നമ്മുടെ ഒരു സ്റ്റാൻഡ് അല്ല 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 16 17 18 19 20 21 22 23 24 25 26 27 28 29 30 31 32 33 34 35 രാജവഞ്ചേട്ടൻ 36 പേര് നമ്മുടെ ഒരു യൂത്ത് മീറ്റിംഗിന്റെ ഒരു സ്റ്റാൻഡേർഡ് സൈസ് 30 എബോവ് വന്നേക്കുവാണ്. നല്ലൊരു കൈയടി കൊടുക്കാം. യൂത്ത് മീറ്റിംഗിൽ തന്നെ പുതിയ പാസ്റ്റേഴ്സ് ഒക്കെ ഡെവലപ്പ് ആയി വരുന്നുണ്ട്. ഇങ്ങനെ വളരെ പോസിറ്റീവായിട്ടുള്ള സംഭവങ്ങളാണ്. പാസ്റ്ററൊക്കെ ശ്രദ്ധിച്ചോണം കേട്ടോ. ഒരു ചലഞ്ചായിട്ട് സംഭവങ്ങൾ കയറി വരുന്നുണ്ട്. എല്ലാവരുടെയും സഹകരണങ്ങൾക്ക് നന്ദി പറയുന്നു. അതുപോലെ തന്നെ ഒരു കാര്യം, ഇനിയും പ്രോഗ്രാം അവതരിപ്പിക്കാത്തവര് കേട്ടോ, അവതരിപ്പിക്കണം. കാര്യം ഇത് നമുക്കുള്ള സ്പേസ് ആണ്. ഞാൻ പിന്നെ ആവർത്തിച്ച് പറയുകയാണ്, ഞാൻ ഈ മുന്നിൽ വന്ന് എന്ന് പറയാതെ എനിക്ക് എന്റെ പിള്ളേരുടെ അടുത്ത് പറയാൻ പറ്റത്തില്ല, എടാ പോയി ചെയ്യടാന്ന്. ശരിയാണോ? ഞാൻ പറയുന്നതിനകത്ത് ലോജിക്കുണ്ടോ? ഇപ്പൊ ഞാൻ എന്നെ ഈ വഴിക്ക് എങ്ങും കാണുന്നില്ല. ഞാൻ ചാക്കോച്ചയുടെ അടുത്തോ ജോഷുടെ അടുത്തോ പോയി പറയാം, മക്കളെ എടാ പോയി പ്രസംഗിക്കടാ, പോയി പാട്ട് പാടടാ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമ്മാര് പറയാൻ പോകുന്ന കാര്യം എന്തുവാ? അപ്പായ ആ വഴിക്ക് എങ്ങും കാണുന്നില്ലല്ലോ. അപ്പ ആദ്യം ഒരു പരിപാടി അവതരിപ്പിക്കുക. ഈ ഒരവസ്ഥ നമ്മുടെ ആരുടെയും ജീവിതത്തിൽ വരരുത്. ചിലപ്പോ നമ്മുടെ പിള്ളേർക്ക് അതിലും കയറ്റിയൊക്കെ പറയും കേട്ടോ.
അതുകൊണ്ട് ആ ഒരവസ്ഥ ആരുടെയും ജീവിതത്തിൽ വരില്ല. എല്ലാവരും ഇവിടെ പ്രത്യേകിച്ച് ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നുമില്ല. നമ്മളിപ്പോ സഭായോഗത്തിന്റെ ഒരു മൂഡിലൊന്നും അല്ല ഇവിടെ ഇരിക്കുന്നത്. ഇവിടെ വരുന്ന വ്യക്തികൾ ഇത് കേൾക്കാനും ഇത് എൻജോയ് ചെയ്യാനും ആ ഒരു മാനസികാവസ്ഥ വരുന്ന. അതുകൊണ്ട് എല്ലാവരും അവസരങ്ങൾ വിനിയോഗിക്കാം. പ്രത്യേകിച്ച് ഈ പ്രോഗ്രാമുകളിൽ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഒരു പ്രോഗ്രാം പറയുമ്പോൾ സഹകരിച്ച എല്ലാവരോടും ഒരിക്കൽ കൂടി നന്ദി പറയുന്നു. മീറ്റിംഗ് പ്രാർത്ഥിച്ച് വൈൻഡപ്പ് ചെയ്യാനായിട്ട് പ്രിയ പാസ്റ്റർ ക്ഷണിക്കുന്നു. ഒരു കാര്യം പാസ്റ്റർ പോലെ ഈ ഇരിക്കുന്ന വ്യക്തി മോളെ ടെൻഷനുണ്ടോ? ഒരു 2, 3, 4 മാസമായിട്ട് പുള്ളിക്കാരി ഇതിനു വേണ്ടി പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷെ ആ ടെൻഷൻ വല്ലതും ഇന്ന് പ്രസന്റ് ചെയ്തപ്പോ നമുക്ക് തോന്നിയോ? മോക്ക് ടെൻഷൻ ഉണ്ടായിരുന്നോ? ധൈര്യമായല്ലോ. റിസോണയുടെ കാര്യം റീന ചേച്ചിയുടെ അടുത്തും പ്രസാദിച്ചതിന്റെ അടുത്തും പറയുമ്പോ കൊച്ചിനെക്കാട്ടിലും ടെൻഷൻ ആവുക. കൊച്ചു വന്നിട്ട് എന്തോ ചെയ്യുമെന്ന്. ഇന്നിപ്പോ 2 പേരും ആസ് പേരൻസ് അവർ ഏറ്റവും ഹാപ്പി ആയിട്ട് പോകുന്ന ഒരു ദിവസമാണെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ഇത്രയുള്ള കാര്യം നമ്മൾ ഈ അവസരങ്ങൾ ഉണ്ടാക്കുന്നതും ഇതിനു വേണ്ടി തന്നെയാണ്. പ്രിയ റിസോണെ നന്നായിട്ട് എൻജോയ് ചെയ്ത് തന്നെ പ്രോഗ്രാം ചെയ്തു, അടിപൊളിയായിട്ട് ചെയ്തു, നല്ല സൂപ്പർ ഒരു കൈയടി കിട്ടി. അന്നേരം അടുത്ത യൂത്ത് മീറ്റിംഗിന്റെ അത് വോളണ്ടിയർ ചെയ്യുന്ന അല്ലെ ആങ്കർ ചെയ്യുന്ന ആരാന്നറിയാമോ? ആരായിരിക്കും? നിങ്ങൾ പറഞ്ഞു, ഞാൻ പറയുന്നില്ല. ഒറ്റ പേര് കണ്ടോ? ഞാനെന്താ പറഞ്ഞേക്കുന്നത് കേട്ടോ? അടുത്ത യൂത്ത് മീറ്റിംഗ് എന്താ നമുക്ക് വരുന്നത്? ജൂൺ 14. അടുത്ത യൂത്ത് മീറ്റിംഗ് ആങ്കർ ചെയ്യുന്നത് റയാനാണ്. ഇപ്പഴേ വേറെ ഒന്നും ചെയ്യണോ, പ്രാർത്ഥിച്ചാൽ മതി. ബാക്കി കാര്യങ്ങളെല്ലാം നമ്മൾ ഇവിടെ വന്ന് സെറ്റാക്കും. ഇന്നുകൊണ്ട് കർത്താവ്, ഞാൻ അടുത്ത യൂത്ത് മീറ്റിംഗ് ഞാനാണ് ലീഡ് ചെയ്യുന്നത്. എനിക്കതിനെ കൃപ തരണം, എന്നെ ബലപ്പെടുത്തണം. ഈ ഒറ്റ കാര്യം പറഞ്ഞ് പ്രാർത്ഥിച്ചാൽ മതി. വേറെ പ്രിപ്പറേഷൻ ഒന്നും വേണ്ട. കാര്യം ഇവിടെ നമ്മൾ പ്രിപ്പയർ ചെയ്യാനായിട്ട് വേറെ വലിയ കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ല. നീ പ്രാർത്ഥിച്ചാൽ മാത്രം മതി, വേറെ ഒന്നും വേണ്ട. അതിനിപ്പോ പാസ്റ്റർ പ്രാർത്ഥിച്ച നമ്മുടെ മീറ്റിംഗ് എല്ലാവരും ഒരിക്കലും കൂടെ അനുമോദിക്കുന്നു. ജോബിൽ കയറിയുള്ള എല്ലാവർക്കും പണി കൊടുക്കുന്നതെന്നാണ് നമ്മൾ പെട്ടെന്ന് കാണുന്നത്. പക്ഷേ അത് വലിയൊരു ട്രെയിനിങ് ആണ്. ഇൻസ്റ്റൻ്റായിട്ട് പ്രോഗ്രാം നടത്താൻ ജോബിൻ്റെ ആ നല്ല പരിശ്രമങ്ങളെ ആരും തള്ളിക്കളയാതെ പെട്ടെന്ന് കാര്യം പറയുമ്പോൾ അത് ഏറ്റെടുത്ത് അവതരിപ്പിച്ചതിനുള്ള ചർച്ചയ്ക്ക് വേണ്ടി പ്രത്യേകം അനുമോദിക്കുന്നു. ഏറ്റവും വലിയ കാര്യം ഇൻസ്റ്റൻ്റായിട്ട് പ്രോഗ്രാം ചെയ്യാനുള്ളത്. ആ ഒരു ട്രെയിനിങ് ആണ് ഇവിടെ ലഭിച്ചത്. ആ ട്രെയിനിങ്ങിന് നിങ്ങൾക്ക് ജോബിനോട് എന്നും കടപ്പാടുണ്ടായിരിക്കും. പുറകിൽ നിന്ന് പെട്ടെന്ന് പ്രോഗ്രാമിനെ നമ്മളെ തയ്യാറാക്കി വിടുന്നത്. അതിനെ പ്രോത്സാഹിപ്പിക്കാൻ എല്ലാവരും ചേർന്ന്. നല്ല ദൈവമേ, സ്വർഗീയ പിതാവേ, ഞങ്ങളുടെ കുഞ്ഞുങ്ങളുമായി ഞങ്ങൾ അങ്ങയുടെ തിരുസന്നിധിയിൽ കടന്നു വന്നു. ഞങ്ങളുടെ കുഞ്ഞുങ്ങളിൽ പകർന്നിരിക്കുന്ന ടാലന്റുകൾ പലയിടങ്ങളിൽ മറയ്ക്കപ്പെട്ടിരിക്കുന്നു. എങ്കിലും കർത്താവെ, സഭ ഒരുക്കുന്ന ഈ സംവിധാനത്തിൽ കൂടെ മറഞ്ഞു കിടക്കുന്ന അവരുടെ കഴിവുകളും ടാലന്റുകളും ഒക്കെ വിനിയോഗിക്കാൻ സ്വർഗത്തിലെ ദൈവം കൊടുത്ത വിലപ്പെട്ട സാവകാശത്തിനായി നന്ദി. ഈ ക്രമീകരണങ്ങളുടെ ദൈവം അനുഗ്രഹിക്കണം. പ്രോഗ്രാം ഉത്തരവാദിത്തം വർദ്ധിച്ചു വരുവാൻ തന്നെ പ്രോഗ്രാമുകൾ ഏറ്റെടുത്ത് മനോഹരമായി അവതരിപ്പിക്കുവാൻ അവർക്ക് കൊടുത്ത കഴിവിനായി നന്ദി. അതവരുടെ എല്ലാ മേഖലകളിലും അതിന്റെ മഹത്വം നിലനിർത്താൻ സ്വർഗം സഹായിക്കണം. ആ കഴിവിൽ ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ ആദരിക്കപ്പെടുവാനിടയാകണം. പ്രാർത്ഥനകളുടെ കരുണയ്ക്കായി നന്ദി പറയുന്നു. യേശു കർത്താവിൻ പുണ്യനാമത്തിൽ തന്നെ പിതാവേ, ആമേൻ. പിതൃപുത്ര പരിശുദ്ധാത്മാവ ത്രിയേക ദൈവത്തിന്റെ സാന്നിധ്യം സമ്പർക്ക സഹവാസക്കാവൽ നാം ഇവരോട് ഓർത്ത് പ്രാർത്ഥിച്ച എല്ലാ പ്രാർത്ഥനകളോടും വിശേഷാൽ എല്ലാ തരത്തിലുള്ള യുവജന പ്രവർത്തനങ്ങളോടും കർത്താവിന്റെ മേഘപ്രത്യക്ഷത വരെ ഇടപെടാതെ എപ്പോഴും ഉണ്ടാകുമാറാകട്ടെ. ദൈവം എല്ലാവരെയും ഒരാളുടെ കാര്യം പറയാൻ വിട്ടു കേട്ടോ. പറഞ്ഞേൽപ്പിച്ച കാര്യം വിശ്വസ്തയോടെ ഒരു പൈതൽ അവിടെ ചെയ്തുകൊണ്ടിരിക്കുക. ആരാ മനസ്സിലായോ? വേറെ ഒന്നുമല്ല, ഫെബിനെ. അവനെ ഞാൻ 1.5 മണിക്കൂറായിട്ട് ക്യാമറയുടെ ബാക്കിൽ പോസ്റ്റ് ആക്കിയിട്ടിരിക്കുക. ഫെബിന് നല്ലൊരു കൈയടി കൊടുക്കാം.